യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം. എല്ലാവരും വേണ്ടതുപോലെ നിവർന്നിരിക്കൂ. കൈ കോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് വായും മനസ്സും തുറന്ന് ഓങ്കാരം അങ്ങോട്ട് മുഴക്കുക. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ, ശബ്ദം കേട്ടത് പോരാ, മടിയന്മാരുണ്ടെന്ന്. ഓ അപ്പം അതുപോലെ തന്നെ ഉറക്കം തൂങ്ങിയളാണ്. ഉറക്കം പോവാനെങ്കിലും ജപിക്കൂ നല്ലോണം. ദാ ഓ പോരാ. ഓ ഹരിഃ ഓം തത്സ. ജയ ഗുരു. മുക്തിസ്കന്ധം ഏകാദശത്തിൽ 20-ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ തുടക്കത്തിൽ 5 ശ്ലോകമാണ് ഉദ്ധവൻ സംശയരൂപത്തിൽ ഒരു വലിയ സമസ്യയാണ് കൃഷ്ണന്റെ മുൻപിൽ അവതരിപ്പിച്ചത്. വളരെ ഗൗരവമുള്ള ഒരു സമസ്യയാണത്. മാത്രമല്ല എല്ലാവരുടെ മനസ്സിലും ഇന്നും അത് അതേപടിക്ക് നിലനിൽക്കുന്നു. ഈശ്വരഭക്തി എന്ന് പറയുന്നത് എന്താ? അതിന് എത്രത്തോളം സമഗ്രതയുണ്ട്, എത്രത്തോളം സമ്പൂർണതയുണ്ട്. അത് നമ്മെ അകത്തും പുറത്തും ഗ്രസിച്ചും വലയം ചെയ്തും ബാക്കി എല്ലാ ആവശ്യങ്ങളിൽ നിന്നും നിർബന്ധങ്ങളിൽ നിന്നും കൃത്യങ്ങളിൽ നിന്നും കടമകളിൽ നിന്നുമെല്ലാം പരിപൂർണമായി ഉയർത്തിക്കെട്ടുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമാണ്. ആ സംശയം പൂർണ്ണമായി നിവാരണം വേണം എന്ന് വിചാരിച്ചിട്ടാണ്, സംശയത്തിന് നിവാരണം വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ കുറച്ച് വിപുലമായി സംസാരിക്കുന്നത്. എത്രത്തോളം കാലമാണ് നാം ഈ വേദാനുഷ്ഠാനങ്ങളോ സ്മൃതി പുരാണങ്ങൾ ഇതൊക്കെ അനുസരിച്ച് വ്രതങ്ങളും തപസ്സും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പാർശ്വികമായിട്ടുള്ള
അനുഷ്ഠാനങ്ങളാണ്. പൂർണ്ണം സമഗ്രം എന്ന് പറയാൻ പറ്റില്ല. അമാവാസി ദിവസം വാവൂട്ടിന്ന് വരാം, വാവൂട്ടുന്നത് അന്നാണല്ലോ. അങ്ങനെ ഓരോരോ സമയത്തോ ഓരോരോ ദിവസങ്ങളിലോ ഓരോരോ അവസരങ്ങളിലോ ചെയ്യുന്ന കർമ്മങ്ങളാണ്. നമുക്കിവിടെ ആവശ്യം പൂർണ്ണമായിട്ടുള്ള ഭക്തി, ജീവിതം മുഴുവനും ഒരു പരിവർത്തനപ്പെടണം, അങ്ങനെയുള്ളതാണ്. അപ്പൊ ഏതുവരെയാണ് ഈ കർമാനുഷ്ഠാനങ്ങൾ ഭക്തിയുള്ളവന് എന്നുള്ള ചോദ്യത്തിന് മറുപടി വളരെ തറപ്പിച്ചു പറയാണ്. താവത് കർമാണി കുർവീത ന നിർവിദ്യേതയാവത മത്കഥാശ്രവണാദൗവ ശ്രദ്ധായാവന്ന ജായതേ. മനുഷ്യന്റെ മനസ്സിന് വൈരാഗ്യം, വിരാഗത വരണം. എന്തിനോടാ വിരാഗത? ഇഹ അമുത്ര ഫല ഭോഗവിരാഗ. ഐഹികമായിട്ടുള്ള ലാഭങ്ങളിലും നേട്ടങ്ങളിലും, അതുപോലെ പാരത്രികം എന്ന് പറഞ്ഞാൽ മരിച്ചു പോയതിനു ശേഷം കിട്ടാം എന്ന് പറയുന്ന സ്വർഗാദി സ്ഥലങ്ങളും നേട്ടങ്ങളും, ഇതിൽ രണ്ടിലും വിരാഗത വന്നാൽ വൈരാഗ്യമായി. ആ വൈരാഗ്യം മനസ്സിൽ അങ്കുരിക്കുന്നത് വരെയാണ് എല്ലാ കർമാനുഷ്ഠാനങ്ങളും. ഇത് ഞാൻ എത്ര തവണ പറയണം? മനസ്സിൽ വൈരാഗ്യം വരണം. ഈ ലോകം മുഴുവനും നശ്വരമാണ്. ലോകം എന്ന് പറയുമ്പോൾ നാം കാണുന്ന ഈ ഭൂമി ലോകം മാത്രമല്ല, മരണാനന്തരം കിട്ടാൻ പോണു, വരാൻ പോണു എന്ന് പറയുന്ന സ്വർഗ നരകാദി പാരമേഷ്ട്യ ലോകങ്ങൾ മുഴുവനും നശ്വരങ്ങളാണ്. അപ്പൊ ഇവിടെ അഭിലഷിക്കാൻ തക്കതായിട്ട് വല്ലതുമുണ്ടോ? ഒന്നുമില്ല എന്ന് വിചാരിച്ച് മനസ്സിന് വിരാഗം വരണം. ഈ വിരാഗം എങ്ങനെയാ വരിക? ചിലർക്ക് ജന്മസിദ്ധമായിട്ട് വരാം, അല്ലാത്തവർക്കോ ശാസ്ത്രങ്ങളൊക്കെ കേട്ട് ഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളൊക്കെ ശാസ്ത്രത്തെ ചൊല്ലിയാണ്. ആ ശാസ്ത്രം തന്നെ വിശകലനം ചെയ്ത് എല്ലാം നശ്വരമാണ്, എല്ലാറ്റിനോടും നിർവേദമായ നാസ്തി അകൃതകൃതേന എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നത് പോലെ എല്ലാറ്റിനോടും നിർവേദമുണ്ടാവണം എന്ന് പറഞ്ഞാൽ, ഓഹോ അതാണ് അല്ലേ ആവശ്യം എന്ന് തോന്നി മനസ്സിലങ്ങോട്ട് വൈരാഗ്യം വരും. ഒന്നിലോ പ്രകൃത്യാ വരും, അതല്ലെങ്കിലോ ശാസ്ത്രം പറയുന്നത് കേട്ട് ഗ്രഹിച്ച് ആ ശാസ്ത്രത്തിനോടുള്ള കൂറും കടപ്പാടും അതിനുള്ള മംഗള സ്വാധീനമൊക്കെ മനസ്സിൽ തട്ടിയിട്ടാണ് പിന്നെ വരിക. അങ്ങനെ വന്നാൽ ജയിച്ചു. ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമായതുകൊണ്ട് പറയാണ്, ഈ വൈരാഗ്യം വരുന്നതിന് സമമാണ് ഈശ്വര കഥകളോ തത്വകഥനങ്ങളോ കേൾക്കാനുള്ള ശ്രദ്ധ നല്ല പോലെ ഉറയ്ക്കുന്നത്. അപ്പൊ നല്ല ഒരു ക്ലാസ്സിൽ ഒരു ഭാഗത്ത് തികഞ്ഞ വൈരാഗ്യത്തെയും മറുഭാഗത്ത് ഭഗവത് കഥാ ശ്രവണത്തെയും ഒരുപോലെ കെട്ടിയിരിക്കുകയാണ് ഭാഗവതം. അതാണ് ഇന്നലെ പറഞ്ഞത്. നല്ല ഭക്തന്മാരെന്താ ആവശ്യപ്പെടുന്നു? ബദ്ധേന അഞ്ജലിനാനതേന ശിരസാ ഗാത്രൈഃ സരോമോദ്ഗമൈഃ കണ്ഠേന സ്വരഗദ്ഗദേന നയനേനോദ്ഗീർണ ബാഷ്പാംബുനാ നിത്യം ത്വച്ചരണാരവിന്ദയുഗലധ്യാനാമൃതാസ്വാദിനാം അസ്മാകം സരസീരുഹാക്ഷ സതതം സമ്പദ്യതാം ജീവിതം. ഭക്തൻ ആവശ്യപ്പെടുന്നതാണ്. ഭക്തി നല്ല പോലെ മനസ്സിൽ പ്രവേശിച്ച് ഭഗവാനോട് സ്നേഹവും വാത്സല്യവും ആഭിമുഖ്യവും പ്രതിബദ്ധതയും എല്ലാം വളർന്ന് ലൗകിക ഭാവങ്ങളൊക്കെ അസ്തമിച്ച് അഹങ്കാരവും മനസ്സിന്ന് പോയി, മനസ്സ് തന്നെ ഒരു നിലയ്ക്ക് അസ്തമിച്ചു എന്ന് പറയാം. അങ്ങനെ ആയി. ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ടും ഈശ്വര കഥകൾ കേട്ടുകൊണ്ടും ഈശ്വരനാമങ്ങൾ കീർത്തനം ചെയ്തുകൊണ്ടും കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് വെള്ളം, ഗദ്ഗതങ്ങൾ ചിലപ്പോൾ അനുഭവപ്പെടും, രോമാഞ്ചം പലപ്പോഴും ഉണ്ടാവും. ഈശ്വരന്റെ ചരണാരവിന്ദങ്ങളെ ധ്യാനിച്ച് അതിൽ നിന്ന് കിട്ടുന്നതായ അമൃത നുകർന്നുകൊണ്ട് ഞങ്ങൾ കാലം അങ്ങനെ കഴിച്ചാൽ മതിയെന്ന്, ഞങ്ങൾക്ക് മോക്ഷത്തെപ്പറ്റി ചിന്തിക്കുകയോ പിന്നെ വൈരാഗ്യത്തെപ്പറ്റി ആലോചിക്കുകയോ ഒന്നും വേണ്ട എന്ന് പറയുന്നു മുകുന്ദമാലയിലെ കുലശേഖര ആൾവാർ. ഇനി ഈ ഭക്തി എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ 11ാം സ്കന്ധം മുക്തിസ്കന്ധത്തിൽ തന്നെ നിമിചക്രവർത്തിയും നവയോഗിയുമായിട്ടുള്ള ഒരു സംവാദത്തിൽ പറയുന്നുണ്ട്. ആര്? കവി. നിങ്ങൾക്കത് കേൾക്കണോ? വളരെ വിശേഷപ്പെട്ടൊരു ഭാഗ. പ്രഹ്ലാദൻ പറയുന്നതാണ് 7ാം സ്കന്ധത്തിൽ വളരെ വിശേഷം. അതുപോലെ തന്നെ വിശേഷപ്പെട്ടതാണ് 11ാം സ്കന്ധത്തിൽ കവി യോഗീശ്വരൻ പറയുന്നത്. കേട്ടോളൂ. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ജയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത സംഗഃ ഏവം വ്രതസ്വപ്രിയനാമകീർത്യ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഃ
ഹസത്യഥോ രോദിതി രൗതി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യഃ. നിങ്ങളൊക്കെ ഈ സംസ്കൃത പദങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെനിക്ക് തോന്നിപ്പോവാണ്. ഒരാൾ എഴുതിയിരിക്കുക, മുക്തിസുധാകരൻ കേൾക്കുന്ന ആളാണ്. എന്താ എഴുതിയിരിക്കണേ? സ്വാമിജി ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്, സന്തോഷമുണ്ട്. എന്താ? സ്വാമിജി സംസ്കൃതം ഒരു ശ്ലോകം അങ്ങനെ പറയുന്ന സമയത്ത് സ്വാമിയുടെ മുഖത്തിലുള്ള ആ ഒരു ഉജ്ജ്വലത, ഒരു പ്രകാശമുണ്ടല്ലോ, അത് അതേ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ഒന്ന് മങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നണതെന്ന്. എനിക്ക് ഈ സംസ്കൃതം പഠിക്കാൻ സാധിക്കാതെ പോയില്ലോ, ഈ സംസ്കൃതത്തിന് ഇത്ര വലിയ പ്രഭാവമുണ്ടോ, സ്വാധീനമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു പോവാന്ന്. പലരും പലതുമാണല്ലോ എഴുതുക. നമ്മളെ ഈ കേൾക്കുന്ന കാണുന്ന സദസ്സുണ്ടല്ലോ, അവരെ താഴ്ത്തി കെട്ടരുത്. വളരെ വിശേഷപ്പെട്ട മനുഷ്യരുണ്ടതിൽ. ചില എഴുത്തിലൊക്കെ കാണുന്നതായ വിജ്ഞാന മേഖല അതിശയാവഹമാണ്. ചില മുത്തശ്ശിമാരൊക്കെ എഴുതുന്നത്, അതല്ലാത്തവരും എഴുതുന്നുണ്ട്. ആ എഴുത്തിൽ എന്തുമാത്രം അറിവാണ്, എന്തുമാത്രം ഗുണശീല സമ്പന്നതയാണ്, പറഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റില്ല, അത്ര അധികമാണ്. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേതസംഗഃ. പരീക്ഷത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പരീക്ഷത്തെ ഇരുന്നിടത്തുനിന്ന് എണീക്കുന്നില്ല, ഇരുന്ന ഇരിപ്പിൽ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പല വിധത്തിലുള്ള ചര്യകളും അനുഷ്ഠാനങ്ങളും ക്രമങ്ങളും തപസ്സുകളും എല്ലാം വിവരിച്ചു കൊടുക്കുകയാണ്. അത് മുഴുവനും കേട്ട് ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? പരീക്ഷിത്ത് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം കേട്ട് ഗ്രഹിക്കുന്നേ ഉള്ളൂ. ഇവിടെ പരിവർത്തനം വരേണ്ടത് ശരീരത്തിനോ കാലിനോ കയ്യിനോ അതോ ഉൾ വ്യക്തിത്വം മനസ്സിനോ? ആ മനസ്സിന് പരിവർത്തനം നടന്നാലാണോ വരിക, അതോ കേട്ട് ഗ്രഹിച്ചാലോ വരിക? ആ കേട്ട് ഗ്രഹിക്കുമ്പോൾ ഈ ചെയ്യുന്നതായ അനുഷ്ഠാനങ്ങൾക്കെല്ലാമുള്ള നേട്ടം പരീക്ഷത്തിന്റെ മനസ്സിൽ അങ്ങനെ നുഴഞ്ഞു കയറുകയാണ്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് ബോധ്യമില്ല നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന്. ഭക്തന്റെ ചരിതം അങ്ങനെ വർണ്ണിക്കുകയാണ് കവി. ആ വർണ്ണന അങ്ങോട്ട് കേൾക്കുമ്പോൾ ആ പദങ്ങൾ മുഴുവൻ അതേപടിക്ക് മനസ്സിൽ ഉൾക്കൊണ്ട് അങ്ങനെ അലിഞ്ഞങ്ങോട്ട് ചേരുകയാണ്. ആ ചേരുന്ന സമയത്ത് മനസ്സിന്റെ പരിവർത്തനം ഇറസിസ്റ്റിബിളി, ആ നിഷേധ്യമായി നടക്കുന്നു. അവിടെ പിന്നെ ചെയ്യേണ്ട ഒരു ചോദ്യം വരുന്നില്ല, ഒരു സ്ഥലത്തേക്കും പോകണ്ട, ഒരനുഷ്ഠാനവും ചെയ്യണ്ട. ഇത് കേട്ടങ്ങോട്ട് ഗ്രഹിക്കുക. കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധ വേണം. അത് ഗ്രഹിക്കുന്ന സമയത്തോ അതുള്ളിൽ പതിഞ്ഞും അലിഞ്ഞും പൂർണ്ണും നിറഞ്ഞും വ്യാപിച്ചും ഉള്ളിൽ അങ്ങോട്ട് ചേർന്നു. അങ്ങനെ ചേരുമ്പോൾ ആദ്യം നിങ്ങളൊക്കെ ഒരു പ്രാപഞ്ചിക മനസ്സായിരുന്നു എന്ന് വെച്ചാൽ ഭാഗവതം കേട്ട് കഴിയുമ്പോഴേക്കും ആ പ്രാപഞ്ചികത്വം പ്രപഞ്ചക്കറ മുഴുവനും പോയി അത് ഒരു വൈഷ്ണവ മനസ്സായിത്തീരും, ഒരു ദിവ്യ മനസ്സായിത്തീരും, അലൗകികമായിരിക്കുന്ന ഒരു മനസ്സായിത്തീരും. പിന്നെ നിങ്ങൾക്ക് പഴയ മാംസ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൃശ്യം മുഴുവനും ദൃശ്യമായിട്ടല്ല തോന്നുക, ദ്രഷ്ടാവിന്റെ പരിലസനമായിട്ടാണ് തോന്നുക, ഈശ്വരന്റെ പ്രസരണമായിട്ടാണ് തോന്നുക. അനീശ്വരൻ എന്നൊന്നില്ല. ഈശ്വരൻ പ്ലസ്സും ഇല്ല, ഈശ്വരൻ മൈനസും ഇല്ല. ഞാനടക്കം ഈ വിശ്വകോശം മുഴുവനും എൻ്റെ ഈശ്വരന്റെ പരിലസനമാണ്. സർവം വിഷ്ണുമയം ജഗത്ത് മുഴുവനും വിഷ്ണുമയമായി തീരും. ഈ പരിവർത്തനം വരുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിലാണ്. എന്നെയും ബാക്കിയുള്ളവരെയും വേർതിരിച്ച് നിർത്തുന്നതായ അഹം എന്ന് പറയുന്ന അഹങ്കാരം, അതൊക്കെ അങ്ങോട്ട് പൊട്ടി തകർന്ന് ഹൃദയഗ്രന്ഥി ഉലർന്നങ്ങോട്ട് പോകും. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണിയുടെ ശൃണ്വൻ സുഭദ്രാണി വളരെ മംഗളാത്മകമായിരിക്കുന്ന ജന്മാനി കർമാണി ജയാനി ലോകേ, ഈ ലോകത്തിൽ ഈശ്വരൻ അർത്ഥേഷു അഭിജ്ഞഃസ്വരാട്, പല കാര്യങ്ങളും മനുഷ്യർക്ക് നിർവഹിക്കാൻ സാധിക്കാത്തതായി വരുമ്പോൾ അത് നിർവഹിക്കാൻ വേണ്ടി അഭൂതപൂർവമായിരിക്കുന്ന ചില അവതാരങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉണ്ട്. കൃഷ്ണൻ ജനിക്കുന്നതിന് മുൻപ് പറഞ്ഞതെന്താ? ദേവകിക്ക് കല്യാണം കഴിച്ച് വസുദേവരെയും കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ദേവകിയോടുള്ള സ്നേഹവാത്സല്യത്തോടു കൂടിയാണ് കംസൻ തന്നെ തേര് തെളിച്ചു പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പകുതി വഴിയിൽ അവിടെ നിൽക്കട്ടെ, പെട്ടെന്ന് പൊട്ടി വീണു ഒരു ഇടിവാക്ക്.
ദേവകിയിൽ ജനിക്കാൻ പോകുന്ന 8ാമത്തെ കുട്ടിയാണ് തന്നെ കൊല്ലാൻ പോകുന്നത്. ആ വാക്ക് കേട്ട ഉടനെ കംസന്റെ മനസ്സ് മാറി, വാളൂരി സഹോദരിയെ വെട്ടാൻ പുറപ്പെട്ടു. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? വാത്സല്യത്തോടുകൂടിയാണ് സഹോദരിയെ കൊണ്ടുപോയത് കല്യാണം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്ക് കൊണ്ടാക്കാൻ. ആ സഹോദരി എന്നുള്ള മനോഭാവം ഇതങ്ങോട്ട് കേട്ടപ്പോൾ സെക്കൻഡ് കൊണ്ടാ മാറി. വാളെഴുത്ത് ദേവകിയുടെ കഴുത്തു വെട്ടാനാ പുറപ്പെട്ടത്. അപ്പോഴാണ് വസുദേവർ തടഞ്ഞു നിർത്തി പറഞ്ഞത്, എൻ്റെ ശ്യാല, ഇതിൻ്റെ ആവശ്യമില്ല. ആരാ കൊല്ലാൻ പോണത്? 8ാമത്തെ കുട്ടി അങ്ങോട്ട് തന്നാ പോരെ, കുട്ടിയെ തരാം, എന്തിനാ ഈ സഹോദരിയെ കൊന്ന് വെറുതെ മഹാപാപ ഏൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ മനുഷ്യന്റെ മനസ്സ് ഈ ഓന്ത് നിറം മാറുന്ന മാതിരിയാണ് മാറുന്നത്. സഹോദരി എന്ന് പറഞ്ഞ് വാത്സല്യത്തോടുകൂടി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന അതേ കംസ മനസ്സുണ്ടല്ലോ, അശരീരി അങ്ങോട്ട് കേട്ടതോടുകൂടി സഹോദരിയെ കൊല്ലണം എന്ന് പറഞ്ഞ് ഉദ്വിഗ്നമായി തീർന്നു. അങ്ങനെ ഒരു മനസ്സിന്റെ ഉടമസ്ഥന്മാരാണ് നിങ്ങൾ ഓരോരുത്തരും. സൂക്ഷിച്ചിരുന്നോളൂ. ഏത് കാട്ടിൽ ചെന്നാലാണ് ഈ മനസ്സ് നേരെയാവുക? ഏത് വീട്ടിൽ ജനിച്ചാലാണ് ഈ മനസ്സ് നേരെയാവുക? ഏത് ക്ഷേത്രത്തിലോ ദേവസന്നിധിയിലോ ചെന്ന് കുമ്പിട്ടാലാണോ ഈ മനസ്സ് നന്നാവുക? രാപ്പകൽ നിങ്ങളുടെ ആലോചന ഇതാവണം. നമ്മളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഉപായപ്പെട്ട ഒരു സാധനമല്ല, വളരെ ശക്തിമത്താണ്. കൊടുങ്കാറ്റിനേക്കാളും ശക്തിയാണ്, കാട്ടുതീയിനേക്കാളും ശക്തിയാണതിന്. അത് തെറ്റായി പ്രവർത്തിച്ചാൽ സർവ്വതും മുടിഞ്ഞു, ശരിയായിട്ട് പ്രവർത്തിച്ചാലോ എല്ലാം ഈശ്വരമയമായി. അതിനെ നമുക്ക് ഈ ലോകത്തിലിരുന്നു കൊണ്ട് അതിൻ്റെ പ്രാപഞ്ചികത്വത്തിന് വിടവരുത്തി അതിനെ ദിവ്യമാക്കി തീർക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. അതിന് എന്തെങ്കിലും ഒരു ഔഷധമുണ്ടോ, ഒരു മാധ്യമമുണ്ടോ, ഒരു വഴിയുണ്ടോ, ഒരു മാർഗമുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചിട്ടാണ് വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം രചിച്ചത്. ഇതാ കേട്ടോളൂ അദ്ദേഹം പറയണത്. രഥാംഗപാണേ, മഹാവിഷ്ണുവിൻ്റെ ശ്രീഹരിയുടെ പരമകല്യാണനിധിയായിരിക്കുന്ന ശുദ്ധ സത്വമൂർത്തിയായിരിക്കുന്ന മഹാവിഷ്ണു ഈ ലോകത്തിൽ പല ദുസ്സാധ്യ കാര്യങ്ങളും അപൂർവ ദൗത്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി പല ജന്മങ്ങളും എടുക്കുന്നുണ്ടായി. ആ ജന്മങ്ങളൊക്കെ വിവരിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രം, പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതം. ആ ജന്മമെടുത്തതിൽ പല അദ്ഭുത കർമ്മങ്ങളും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടാൽ അഹോ അഹോ, ആശ്ചര്യകരം ആശ്ചര്യകരം, അദ്ഭുതാവഹം, അവിശ്വസനീയം. ഒരു കൊച്ചുകുട്ടി മുലത്തുമ്പിൽ വിഷം പുരട്ടി വന്നു. ആര്? പൂതന. ആ പൂതനയോട് വരണ്ടാന്ന് പറഞ്ഞില്ല. കളവും സൂത്രവുമായി കൃഷ്ണൻ കിടക്കുന്നിടത്ത് കടന്നങ്ങോട്ട് കൂടിയതിന് ശേഷം മുല കൊടുത്തു വാത്സല്യത്തോടു കൂടി. വിഷമാണ് തുമ്പത്ത്. അത് കുടിച്ചുടനെ ആ കുട്ടി സെക്കൻഡ് വെച്ച് മരിക്കേണ്ടതാ. സംഭവിച്ചതെന്താ? ആ കുട്ടി ഉറിഞ്ചി അങ്ങോട്ട് കുടിച്ച് പാല് തീർന്ന് രക്തം വരെ, കാറ്റ് വരെ കുടിക്കാൻ തുടങ്ങി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? ഇത് വിശ്വസിക്കണോ വിശ്വസിക്കാതെ ഇരിക്കണം? ഒരാള് മുലയിൽ വിഷം പുരട്ടി പാല് കൊടുത്ത് കുട്ടിയെ കൊല്ലാൻ വന്നാൽ ആ കൊല്ലാൻ വന്ന ആള് ജയിക്കണോ ആ ആള് തോൽക്കണോ? എന്താ നിങ്ങൾ മിണ്ടാതെ? ജയിക്കണല്ലേ? അപ്പൊ ആ ആള് തോൽക്കാൻ എന്താ ചെയ്യുക? അവിടെ യശോദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ദുഷ്കൃത്യത്തിന്, ഒരു ദുഷ്ടസാഹസത്തിന് പുറപ്പെട്ടാൽ ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കി നിലനിർത്തുന്ന ആ മഹാപ്രഭാവമുണ്ടല്ലോ, ആ പ്രഭാവത്തിന് അതിനെ കവച്ചു വയ്ക്കാനുള്ള ശക്തിയുണ്ട്. അതാണ് അഭിജ്ഞഃ അർത്ഥേഷു എന്ന 2 വാക്ക് ആദ്യത്തെ ശ്ലോകത്തിൽ ഉപയോഗിച്ചത്. എന്ത് സംഭവമുണ്ടെങ്കിലും, എന്ത് ദുരവസ്ഥയുണ്ടെങ്കിലും, എന്ത് പ്രഹേളികയുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം കാണാനുള്ള ശക്തി ഈ ലോകത്തിലാണല്ലോ ഈ ഉള്ളത് മുഴുവനും. ആ ലോകം രചിച്ച പ്രഭാവത്തിന് അതിന് പ്രതിവിധിയായി ഇറങ്ങാൻ ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ പൂതനെ എന്തായി? പ്രാണരഹിതയായി പർവ്വതം പോലെ അവിടെ അങ്ങോട്ട് കിടക്കണു. നമ്മുടെ കൊച്ചു ഉണ്ണി ചെയ്ത സാഹസമാണത്. എല്ലാവരും അതിശയപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു ഉണ്ണിയോ? യശോദ വന്ന് വേഗം എടുത്ത് മാറോട് അണച്ചു, ചുംബിച്ചു. എന്നാലും ഭയം കയ്യിൽ നിൽക്കണു. അന്ന് മുതൽക്ക് ഈ കംസന്റെ ദുഷ്കൃത്യങ്ങളും ദുഷ്ട അംബാസഡർമാരും ഒക്കെയാണ് അവിടെ എന്നും. അതൊക്കെ കവച്ചു വെച്ചു. ഇങ്ങനെ ജന്മാനി കർമാണി ജയാനി ലോകേ, പലതരത്തിലുള്ളതാണ്. ഞാനത് മുഴുവൻ ഇപ്പോൾ വിവരിക്കേണ്ട ആവശ്യമില്ല. ഗീതാനി നാമാനി തദർത്ഥകാനി, അങ്ങനെ മത്സ്യം കൂർമ്മം വരാഹം എന്ന് തുടങ്ങി ദശാവതാരങ്ങളുണ്ട്. അതുമായി ദേവിയുടെയും എല്ലാവരുടെയും ഉണ്ട്. ആ അവതാരങ്ങളിലൊക്കെ നടന്നിട്ടുള്ള കൃത്യങ്ങളെക്കുറിച്ച് പല പാട്ടുകളും നമ്മുടെ പൂർവികരും കവികളും എല്ലാവരും എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഗീതങ്ങൾ, പാട്ടുകൾ
ഗീതങ്ങൾ, പാട്ടുകൾ. അവിടുന്ന് അങ്ങോട്ടോ ഗീതാനി നാമാനി. വിഷ്ണു സഹസ്രനാമത്തിലെ 1000 നാമങ്ങളാണ്. ആദ്യത്തെ നാമമോ വിശ്വസ്മൈ നമഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? വിശ്വസ്മൈ. സാധാരണ നിങ്ങൾ ഭഗവാനെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഒരു മൂർത്തിയിലുണ്ട്, ആ മൂർത്തിയുടെ കണ്ണ്, മൂക്ക് അതിനെ അങ്ങോട്ട് നോക്കണം നിങ്ങൾക്ക്. എന്നാൽ നിങ്ങൾ ഉപാസിക്കുന്ന മൂർത്തി, ആ ഈശ്വരനുണ്ടല്ലോ, അത് വിശ്വസ്മൈ നമഃ. ഈ വിശ്വം മുഴുവനുമാണ് അദ്ദേഹത്തിൻ്റെ രൂപം. അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ നിന്ന് ഒഴിവായി ലോകത്തിലൊന്നുമില്ല. ആ വിശ്വത്തെ മുഴുവൻ ഞാൻ നമസ്കരിക്കുന്നു. വിശ്വമായുള്ളോവേ അങ്ങയ്ക്ക് നമസ്കാരം. അവസാനത്തതോ സർവപ്രഹരണായുധ. എല്ലാ വിധത്തിലുള്ള എതിർപ്പുകളെയും നേരിട്ട് തോൽപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ആയുധങ്ങളും പ്രഹരണങ്ങളും തൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ സർവപ്രഹരണ ആയുധരൂപമായിരിക്കുന്ന മഹാവിഷ്ണു എന്ന് പറഞ്ഞ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ 998 നാമങ്ങൾ വേറെയുമുണ്ട്. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉച്ചരിക്കാം. അങ്ങനെ ഈശ്വരൻ്റെ വൈഭവത്തെയും ഈശ്വരൻ്റെ മഹാത്മ്യത്തെയും ഈശ്വരൻ്റെ അജയ്യത്വത്തെയും ഈശ്വരൻ്റെ പരാക്രമത്തെയും സാഹസങ്ങളെയും എല്ലാം തന്നെ വിവരിക്കുന്നതായ നാമങ്ങൾ. ഇതെല്ലാം കേട്ട് ഗീതാനി നാമാനി തദർത്ഥകാനി. കുറെ കഴിഞ്ഞാൽ ഇത് കേൾക്കുകയല്ല, നമ്മുടെ വായിൽ നിന്നും അത് വന്നു തുടങ്ങണം. അങ്ങനെ ഗായൻ പാടിക്കൊണ്ട് വിലജ്ജ, ലജ്ജയില്ലാതെ. കേൾക്കുന്നുണ്ടോ? ഈ സദസ്സിൽ പലരും ഉണ്ട്. നാമം ചൊല്ലുന്ന സമയത്ത് എല്ലാവരും അത് ചൊല്ലുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചൊല്ലാത്തവരൊന്ന് കൈ പൊന്തിക്കോ? ചൊല്ലാൻ വായിന്ന് വരാത്തവർ കൈയൊന്ന് പൊന്തിക്കോന്ന്. അപ്പൊ ഒരാൾ പൊന്തിച്ചു കൈ. അതിൽ അസത്യം പാടില്ല. പൊന്തിച്ചോളൂ, എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് സന്തോഷമാണ് എനിക്ക് കാണുന്നത്. അത് നമ്മുടെ തന്നെ ഒരു പരാജയമാണല്ലോ, നല്ലതാണല്ലോ അത്. അപ്പൊ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ. ആ ലജ്ജയൊക്കെ മാറ്റി വെച്ചോളൂ. അതെ, ഞാൻ കിടന്ന് തുള്ളിയ നമ്മുടെ ശ്രീമതി എങ്ങാനും വല്ലതും പറയോ? ഇനി ശ്രീമതി തുള്ളിയാൽ ഭർത്താവ് എന്തെങ്കിലും ശാസിക്കോ? ഇങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടാവുമല്ലോ. ശ്രീമാനും ശ്രീമതിയും കൂടി ആയിക്കോട്ടെ തുള്ളല്. ഇപ്പം എന്താ വിരോധം? ഒരു തെറ്റല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈശ്വരന്റെ നാമാണല്ലോ പറയുന്നത്. ആരും കക്കണില്ല, കവർച്ച ചെയ്യുന്നില്ല. ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേത് അസംഗഃ. വിചരേത്, സഞ്ചരിക്കണം, തീർത്ഥാടനം ചെയ്യണം, വീട് വിട്ട് പുറത്തേക്കിറങ്ങണം. വീട്ടിലും നാട്ടിലും നിങ്ങൾ ഉള്ളയിടത്തോളം കാലം നിങ്ങളെ അറിയുന്നവരും ബഹുമാനിക്കരും ആദരിക്കുന്നവരും ഭയപ്പെടുന്നവരും ഉണ്ടാവാം. അവരവരെ വീടും നാടും കുടിയും വിട്ട് പുറത്തേക്ക് പോവൂ. നിങ്ങൾ അനവധി പൗരന്മാർക്കിടയിൽ ഒരാളാവും. ഒരാളും നിങ്ങളെ കണ്ട് തിരിച്ചറിയില്ല. ഒരു തരത്തിലും അഭിമാനിക്കാൻ അവിടെ സ്ഥാനമില്ല, വകയില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള മനസ്സ് പുറത്തിങ്ങനെ വന്നുകൂടുക. നമ്മുടെ വീട്ടിലുള്ളപ്പോൾ പല വിധത്തിലുള്ള അഭിമാനങ്ങളും അപമാനങ്ങളും എല്ലാമായി കഷ്ടപ്പെട്ട് കഴിയുക സങ്കുചിതമാണ്. ഹിത്വ അന്ധകൂപം ഗൃഹം എന്നാ പറഞ്ഞിരിക്കുന്നത്. പൊട്ടക്കിണറാണത്രേ നമ്മളെ അധപ്പതിപ്പിക്കാനുള്ളത്. ഏത്? വീട്. നിങ്ങൾ വിചാരിക്കുന്നു ടെറസ് കെട്ടിടം, മാർബിൾ കെട്ടിടം, പ്രത്യേക ടൈൽസ് വിരിച്ച കെട്ടിടം. പക്ഷേ ആത്മപാദം ഗൃഹം അന്ധകൂപം. എന്ത്? ആത്മപാദം, തന്നെ പതിപ്പിക്കുന്നത്. ഗൃഹം, വീട്. അന്ധകൂപം, പൊട്ടക്കിണറ്. ഉള്ളിൽ മുഴുവൻ കുപ്പിച്ചില്ലും ഭരണി കഷ്ണങ്ങളുമാ. എങ്ങാനും വീണു എന്ന് വെച്ചാൽ 125 മുറി മിനിമം ഉണ്ടാവും ശരീരത്തിൽ. എടുക്കാൻ പറ്റില്ല. വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചു നേരം കിടക്കാം. ഇതിൽ നിലവിളിച്ചാൽ ആരും കേൾക്കൂല. പൊട്ടക്കിണർ, അതിൻ്റെ അടുത്ത് ആരും പോവാറില്ല. അവിടെ പോയത് തന്നെ. ഹിത്വ ആത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോ യദ്ധരിമാശ്രയേത. ആ അന്ധകൂപമായ ഗൃഹത്തെ വിട്ട് വനത്തിലേക്ക് പോകൂ എന്ന് പറയുന്നു. ആര്? 7 വയസ്സായ കുട്ടി പ്രഹ്ലാദൻ. ഇവിടെ കവി പറയണത് എന്താ? ഭഗവാന്റെ നാമങ്ങളൊക്കെ പാടിക്കൊണ്ട് കീർത്തനം ചെയ്തുകൊണ്ട് ലജ്ജയില്ലാതെ ആ ഉന്മത്തനെ പോലെയായി വീട്ടിൽ നിന്ന് പുറത്തു കിടന്ന് ദേശസഞ്ചാരം ചെയ്യൂ. ഗായൻ വിലജ്ജോ വിചരേത് അസംഗഃ. എന്തിനാ ഞാനിത് പറയുന്നത്? ന നിർവിദ്യേതയാവത മത്കഥാശ്രവണാദൗവ ശ്രദ്ധ യാവന്ന ജായതേ. ഒരു ഭാഗത്ത് വൈരാഗ്യ സമ്പന്നമാകണം മനസ്സ്.
അത് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിതാ ഈ മാർഗം അവലംബിച്ചാലും ഈ വൈരാഗ്യം എവിടെ എത്തിക്കുമോ അവിടെ തന്നെയാണ് ഈ ഭക്തിയും എത്തിക്കാൻ പോണത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ ഭാഗം എടുക്കുന്നത്. ഇത് വേണോ വേണ്ടയോ? ശരി. ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഃ ഹസത്യഥോ രോദിതി രൗതി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യഃ. ആ മനുഷ്യന്റെ മനസ്സിനെ ആ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും കുട്ടികളിലും ദേഹത്തിലും ഒട്ടിപ്പിടിച്ച് ചക്ക മുളഞ്ഞു പോലെ ഇരിക്കുന്ന ഈ മനസ്സിനെ ഉണ്ടല്ലോ, അതിനെ അവിടുന്ന് എടുത്ത് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്ന് ദൂരത്തിലേക്ക് ഉയരത്തിലേക്ക് പറക്കുന്ന പക്ഷികളെപ്പോലെ ആക്കി തീർക്കണം എന്നാണ് ഉദ്ദേശം. അത് നടക്കണുണ്ടോ എന്ന് നോക്കൂ. ഏവം വ്രതഃ, ഈ ദേശസഞ്ചാരം, വീട് വിട്ട് ഈശ്വരന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും പാടിക്കൊണ്ടും ഈശ്വര കഥകൾ കേട്ടുകൊണ്ടും പലയിടത്തും പോകാം. പലതും നടക്കുന്നുണ്ടാവും. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയിക്കോളൂ, വൃന്ദാവനത്തിൽ ചെല്ലൂ, ഹരിദ്വാരിൽ ചെല്ലൂ. ഓരോരോ ആശ്രമങ്ങളിലും ഓരോരോ ഭക്തസങ്കേതങ്ങളിലും പലതരത്തിലുള്ള സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും തത്വപ്രവചനങ്ങളും ഒക്കെയാണ്. അതൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഇതുപോലെ ഒരു വിരുന്ന് ഒരുക്കാൻ നിങ്ങളുടെ വീട്ടിൽ പറ്റുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? ഇനി എങ്ങാനും അവിടുത്തെ വീട്ടമ്മ പുറപ്പെട്ട നിനക്ക് തലയ്ക്ക് നൊസ്സാന്ന് പറയും. ആര്? ഭർത്താവന്നെ. അങ്ങനെയാണ്. ഇത് ഒരുക്കണമെങ്കിൽ അതിന് പ്രത്യേക ഒരു സ്ഥലം വേണം. ഇപ്പൊ ഇവിടെ വന്നിട്ട് ആരും ഒന്നും പറയാൻ പറ്റില്ല. ഒരു പ്രവക്താവ് കഴിഞ്ഞാൽ വേറൊരു പ്രവക്താവായി. എല്ലാവരും നിങ്ങൾക്കിങ്ങനെ ഊട്ടി തരിക. ഒരു ചെലവുമില്ല, ഒരു വിഷമവുമില്ല. നല്ലൊരു പന്തലുണ്ട്. മേപ്പെട്ട് നോക്കിയാൽ സൗന്ദര്യം, ഉള്ളിൽ നോക്കിയാൽ അന്തരാത്മാവ്, പുറത്തു നോക്കിയാൽ ഈശ്വര വിലാസം. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇതിലധികം ഒരു വിരുന്നുണ്ടോ ലോകത്തില്? വിദ്യാവിരുന്നാണത്, ആഹ്ലാദ വിരുന്നാണ്, ആത്മാനന്ദ വിരുന്നാണ് ഇവിടെ നൽകുന്നത്. നല്ലോണം ഊണ് കഴിച്ചോളൂ, മൃഷ്ടാന്ന ഭോജനം. ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയ, ഇത് തന്നെ ഒരു വ്രതമായി കണക്കാക്കി. സ്വപ്രിയനാമകീർത്തിയ, സ്വപ്രിയനാമകീർത്തിയ. ഒന്ന് പറയൂ. സ്വപ്രിയനാമകീർത്തിയ. നിങ്ങളൊക്കെ ഈശ്വരന്റെ നാമങ്ങൾ പറയും, പാടും. തെറ്റെവിടെയാ വരണത്? കുറവ്. എൻ്റെ പ്രിയപ്പെട്ടവന്റെ പാട്ടാണെന്നുള്ള വിചാരം നിങ്ങൾക്കില്ല. പ്രിയപ്പെട്ടവൻ ആരാ? അത് വീട്ടിലാ, അല്ലെങ്കിൽ വരാൻ പോണേ ഉള്ളൂ. ഭഗവാൻ പ്രിയപ്പെട്ടവനാവണം. നിങ്ങൾക്ക് കണ്ണിൽ ഉണ്ണിയാവണം. ആ ഭഗവാനെ വിട്ട് പ്രിയങ്കരനോ പ്രീതികരനോ ആയിട്ട് ഒന്നും ഉണ്ടാവരുത്. കെട്ടിയ ഭർത്താവോ കെട്ടിയ ഭാര്യയോ നമ്മൾക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരോ പല വിധത്തിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാവാം. ഒരാൾ നമ്മുടെ അടുത്ത് വെച്ച് പറയില്ല ഞാനാണ് ഈശ്വരൻ എന്ന്. അത് പറയില്ല. അത് ഹിരണ്യകശിപു മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഹിരണ്യകശിപുക്കളല്ല നിങ്ങൾ ആരും. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ഉള്ളിലുള്ള ജീവന് ഇഷ്ടപ്പെട്ടത്, നമുക്ക് മോക്ഷം തരാൻ പറ്റിയ ആള്, പാപപുണ്യങ്ങളെ മുഴുവനും തുടച്ചു മാറ്റുന്ന ആള്, നിത്യാനന്ദത്തിൽ ആറാടിക്കുന്നവൻ, തന്നോടുകൂടി അണച്ചു ചേർക്കുന്നവൻ, രണ്ടാമതൊരു ജന്മമില്ലാത്ത തരത്തിൽ നമ്മളെ ജന്മമൃത്യുരഹിതരാക്കി വാഴിക്കുന്നവൻ, അമൃത് കൊണ്ട് അമരത്വം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ. അങ്ങനെ ഒരു പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ. ആ ഭഗവാനെ സംബന്ധിച്ച് എനിക്ക് പ്രിയപ്പെട്ടവൻ, ഹീസ് മൈ ബിലവഡ് എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വേണം. എത്ര ആൾക്കുണ്ടത്? നിങ്ങൾ ഭഗവാനെ പേടിക്കുന്നവരാണ്, ഭഗവാനെ ആദരിക്കുന്നവരാണ്, ഭഗവാനെ സത്കരിക്കുന്നവരാണ്. ഭഗവാൻ പ്രിയപ്പെട്ടവനാണ്. അതിലും മീതെ ഒന്നുമില്ല. എൻ്റെ കുട്ടിയാവട്ടെ, ഭർത്താവാകട്ടെ, അച്ഛനമ്മമാരാകട്ടെ, ആദ്യമായിട്ട് ഇതാ പെറ്റു വളർന്നിരിക്കുന്നു, വീണിട്ടേ ഉള്ളൂ ഒരു കുട്ടി. ഭഗവാനാണ് പ്രിയപ്പെട്ടവൻ. അദ്ദേഹത്തിൻ്റെ ആജ്ഞയാലും അദ്ദേഹത്തിൻ്റെ ഭരണവിശേഷത്താലുമാണ് ഈ ലോകം തന്നെ നടക്കുന്നത്. എൻ്റെ ശരീരം എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഗൃഹമാണ്. പഞ്ചപ്രാണങ്ങളാണ് അതിൽ സഞ്ചരിക്കുന്നത്. ഈ പഞ്ചപ്രാണങ്ങളെ ക്രോഡീകരിച്ച് അതാതിൻ്റെ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത് ഉള്ളിലുള്ള അന്തരാത്മാവാണ്. അഖില ശക്തിധര സ്വധാംന എന്നാണ് ധ്രുവൻ വിശേഷിപ്പിച്ചത്. എല്ലാ ശക്തികളെയും ധരിച്ചുകൊണ്ട് അങ്ങ് എൻ്റെ ഉള്ളിൽ സാന്നിധ്യം അങ്ങയുടെ ഉണ്ട്. അങ്ങനെ സന്നിഹിതനായതുകൊണ്ടാണ് എൻ്റെ വാക്ക് പുറപ്പെടുന്നത്, കണ്ണുകാലും കയ്യുമൊക്കെ പ്രവർത്തിക്കുന്നത്, പ്രാണൻ സഞ്ചരിക്കുന്നത് എന്ന്. അങ്ങനെയുള്ളവനാണ് ഏറ്റവും വലിയ പ്രിയപ്പെട്ടവൻ. ആ പ്രിയഭാവം നല്ലോണം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ജാതാനുരാഗോ, അനുരാഗം തോന്നുകയായി അടുത്ത ക്ഷണത്തിൽ.
ആ ഈശ്വരന്റെ പാട്ടോ നാമങ്ങളോ ചൊല്ലുമ്പോഴോ കേൾക്കുമ്പോഴോ പറയുമ്പോഴോ കഥകൾ കേൾക്കുമ്പോഴോ നമ്മുടെ മനസ്സിൽ അനുരാഗം, എന്ത്? ആ അനുരാഗം തോന്നും. അതെങ്ങനെയാണെങ്കിൽ ഭഗവാൻ പ്രിയപ്പെട്ടവനായാലേ തോന്നുള്ളൂ, പ്രിയപ്പെട്ടവനായാലേ തോന്നുള്ളൂ. അല്ലെങ്കിൽ ആ പ്രിയഭാവം വന്നില്ലെങ്കിൽ വരില്ല. ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയ. ഈ വാക്കൊന്ന് നിങ്ങൾ പറയൂ, സ്വപ്രിയനാമകീർത്തിയ. എല്ലാവരും പറയണം, അല്ലെങ്കിൽ പിന്നെ ഈ സമയം കളയണത് വെറുതെയാ. സ്വപ്രിയനാമകീർത്തിയ, സ്വപ്രിയനാമകീർത്തിയ ജാതാനുരാഗോ ദ്രുതചിത്ത, ജാതാനുരാഗോ ദ്രുതചിത്തഃ. ഈ മൂന്ന് കാര്യം ഒരുമിച്ച് പോണതാ. ഭഗവാനോട് എൻ്റെ പ്രിയങ്കരൻ എന്ന് തോന്നിപ്പെട്ടിയാൽ, എൻ്റെ ബിലവഡാണെന്ന് തോന്നിയാൽ ഉടനെ അനുരാഗം മനസ്സിൽ നിറയും. ആ അനുരാഗം മനസ്സിൽ നിറഞ്ഞാൽ ദ്രുതചിത്തഃ, മനസ്സിങ്ങനെ വെണ്ണ ഉരുകുന്ന മാതിരി ഉരുകി തുടങ്ങും. അപ്പോഴോ ഉച്ചൈഹി, ഉറക്കെ, ഹസത്യഥോ രോദിതി രൗദികായതി, അങ്ങനെ ചിരിക്കായി. അതുവരെ നമുക്ക് ചിരിക്കാൻ സാധിക്കില്ല. വല്ല കോമാളിത്തം കണ്ട് വല്ല പോലെ കോമാളിയെ പോലെ ചിരിച്ചാലേ ഉള്ളൂ. ആ ഉള്ളുകുളർന്ന് ആനന്ദം അനുഭവിച്ചുകൊണ്ട് അലൗകികമായിരിക്കുന്ന ഒരു ഭാവം പകർന്നുകൊണ്ടും നുണഞ്ഞുകൊണ്ടും രസിച്ചുകൊണ്ടും ഒരു ചിരി പുറത്തു വരാൻ സാധ്യമല്ല. അതിങ്ങനെ ആയാലേ പറ്റുള്ളൂ. രോദിതി രൗദികായതി, ചിലപ്പോഴൊക്കെ കരയും, കണ്ണിന്ന് വെള്ളം വരും. അയ്യോ, ഇത്ര കാലവും ഞാനിത് ചെയ്തില്ലല്ലോ, ഇത്ര വൈകിപ്പോയില്ലോ ഭഗവാനെ വിളിക്കാൻ. ഈ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് ഇത്ര എളുപ്പമാണോ? ഈശ്വരനെ ഞാൻ ആദരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, ഭയപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണ്, സത്കരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ആ ഈശ്വരൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നൊരു തോന്നൽ എനിക്ക് ഇന്നേ വരെ ഇല്ലാതെ പോയില്ലോ. ഇക്കണ്ട കാലം മുഴുവനും വ്യർത്ഥമായില്ലേ, പാഴ്വേലയല്ലേ ഞാൻ ചെയ്തത്. കഷ്ടമേ കഷ്ടമേ, എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഗതി വരാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കരയല്ലാണ്ട് ചിരിക്കില്ലല്ലോ. ഹസത്യഥോ രോദിതി രൗദി, ചിലപ്പോ വല്ലാതെ അങ്ങോട്ട് ശബ്ദം പുറപ്പെടുവിക്കുക, അങ്ങനെ ഉണ്ടാവാം. ഗായതി, പാടുന്ന സമയങ്ങളും ഉണ്ടാവും. ഉന്മാദവൻ നൃത്യതി, ഉന്മാദവൻ നൃത്യതി, ഉന്മത്തനെ പോലെ നൃത്തം ചെയ്യുക. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ചില സ്ത്രീകളടക്കം അവരുടെ കയ്യും കലാശവും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കയ്യെങ്ങാനും പറന്നു പോവുമെന്ന്. എന്തുമാതിരിയാ അവരുടെ ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യ. അവരുടെ മനസ്സിൽ ആ ലോകബാഹ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും എന്തെങ്കിലും പറയോ, all kinds of social restraints simply take to their heels. ആ സമാജീയമോ സാമൂഹ്യമോ ആയിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ ഈ ഭക്തി പ്രവേശിക്കുമ്പോൾ പമ്പ കടക്കും, പറക്കുന്ന പറയണത്. ഏവം വ്രതസ്വപ്രിയനാമകീർത്തിയ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഹി ഹസത്യഥോ രോദിതി രൗദി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? മനുഷ്യന്റെ വ്യക്തിത്വം സ്ഫുടം ചെയ്ത് അങ്ങോട്ട് മാറുകയാണ്. അതുവരെ നാം വിചാരിച്ചതൊക്കെ സങ്കുചിത മനസ്സോടുകൂടിയാണ്. ഇപ്പൊ ഇതാ മനസ്സ് വികസിതമായിരിക്കുന്നു, വികസ്വരമായിരിക്കുന്നു. പഴയ ഇറുക്കങ്ങളും ഇടുക്കങ്ങളും അതൊക്കെ അങ്ങോട്ട് പോയി. അപ്പൊ മനസ്സിൽ തോന്നുകയാണ്, അയ്യോ എൻ്റെ ഈശ്വരൻ സർവവ്യാപി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിർബന്ധ ബുദ്ധിയ എൻ്റെ ഭഗവാൻ, എൻ്റെ ഈശ്വരൻ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്നതുപോലെ എല്ലാ ദിക്കിലും ഇടതൂർന്ന് പരിലസിക്കുന്നവനുമാണ് എന്നെനിക്ക് തോന്നുന്നു. ആ പരിലസനം കുറേശ്ശെയായിട്ട് മനസ്സിൽ അനുഭവപ്പെടുമ്പോഴോ ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിത് സമുദ്രാംശ്ച ഹരേ ശരീരം സരിത് സമുദ്രാംശ്ച ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേത് അനന്യഃ. ഈ ശ്ലോകം ഇടയ്ക്കിടയ്ക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് തോന്നും ഈ സ്വാമിജി എന്തിനാ ഈ ശ്ലോകം എത്ര പറയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവോ, അതോ ഞാൻ വെറുതെ പറയണതാവോ? ഈ ശ്ലോകം അത്ര വിശേഷപ്പെട്ടതാ. നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും മനസ്സിന്റെ ജന്മജന്മങ്ങളായിരിക്കുന്ന ഇടുക്കം, ആ ഇറുക്കണ്ടല്ലോ, അതൊക്കെ പോയി മനസ്സ് വികസിച്ച് ലാഘവം കൊള്ളണം എന്നാണ് എൻ്റെ വിചാരം.
ഖം വായുമഗ്നിം സലിലം മഹീം ച. ഈ ലോകം മുഴുവനും പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. ആ പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ പടിപ്പടിയായിട്ടാണ്. ചോട്ടുന്ന് പുറപ്പെടുകയാണെങ്കിൽ ഖരവസ്തുവാണ് ഭൂമി. ഈ ഖരവസ്തു എവിടെ നിന്നുണ്ടായി? ഖരത്തിനെ ചുറ്റിയുള്ള വസ്തുക്കളിൽ നിന്നേ ഖരമുണ്ടാവാൻ പറ്റുള്ളൂ. എന്താ മനസ്സിലായില്ല എന്നുണ്ടോ? ഭൂമിയിൽ നിന്ന് ആകാശം ഉണ്ടാവുമോ അതോ ആകാശത്തിൽ നിന്ന് ഭൂമി ഉണ്ടാവുമോ? മറുപടി ഇല്ല അല്ലേ? ആകാശത്തിന്റെ ഉള്ളിലാണല്ലോ ഈ ഗോളങ്ങൾ മുഴുവനും. ഈ ലോകത്തെ മുഴുവനും നിങ്ങൾ കൂട്ടായി പിടിച്ച് 1 എന്ന് കണക്കാക്കിയാൽ അതിൽ 0.9993 എഴുതണം. അത്രയും സ്ഥലം ഇവിടെ ശൂന്യമാണ്. അവിടെ ഞങ്ങളുടെ 0.13 ഇട്ടിട്ട് 1 ഇടുമ്പോൾ എത്ര സ്ഥലമുണ്ടോ ആ സ്ഥലം മാത്രമേ ഇവിടെ വസ്തു നിബിഡമായിട്ടുള്ളൂ. അപ്പൊ ഈ ഉണ്ടായത് മുഴുവൻ ശൂന്യാകാശത്തിൽ നിന്നല്ലേ? അപ്പൊ അവിടുന്ന് പുറപ്പെട്ടു. ഖം ഖം. ഭാരതീയ ചിന്തയെ വിലമതിച്ചോളൂ, വിലമതിച്ചോളൂ, വിലമതിച്ചോളൂ. ഖം. ആകാശത്തിൽ നിന്ന് പുറപ്പെട്ട് വായുമഗ്നിം. പിന്നെ വായു. ആകാശത്തിന് കനമില്ല, രൂപമില്ല, നിറമില്ല, മണമില്ല. വായുവിനോ കുറേശ്ശെ ഊതും, ഇളകും. ഖം വായും അഗ്നി. അപ്പൊ പിന്നെ എനർജിയായി, അവിടെ പ്രകാശമുണ്ട്. സലിലം മഹീം ച. പിന്നെ വെള്ളം. അത് കഴിഞ്ഞിട്ടാണ് ഖരമായിരിക്കുന്ന ഭൂമി. വസ്തുക്കൾ 3 തരത്തിലാണ്: ഖരം, ദ്രവം, വാതം എന്ന് പറയുന്ന 3 എണ്ണം. അത് അവിടുന്ന് ഇങ്ങടാ പുറപ്പെട്ടിരിക്കണേ. ലയിക്കുന്ന സമയത്താണ് ഇവിടുന്ന് അങ്ങോട്ട് പോവുക. ജ്യോതി സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി. ഈ ആകാശത്തിന്റെ ഉള്ളിൽ, ആകാശകോശത്തിൽ പ്രകാശമാനമായി എത്രയെല്ലാം ഗോളങ്ങളുണ്ടോ ആ ഗോളങ്ങൾ മുഴുവനും സത്വാനി. എന്തെല്ലാം ജീവരാശികളോ ജീവസത്വങ്ങളോ ഉണ്ടോ അവയൊക്കെ ദിശഃ 4, 8, 16 ദിക്കുകൾ. ദ്രുമാദീൻ വൃക്ഷങ്ങൾ, ലതകൾ, സസ്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും. സരിത് സമുദ്രാംശ. നദികളും പുഴകളും ആറുകളും. അവിടുന്ന് അങ്ങടെ സമുദ്രങ്ങൾ, 7 സമുദ്രങ്ങൾ. ഹരേ ശരീരം. ഈ കാണുന്നത് മുഴുവനും ഹരിയുടെ ശരീരമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി ഒരു 4 കയ്യിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈശ്വരന്റെ രൂപം. ഈ കാണുന്നത് മുഴുവനും അദ്ദേഹത്തിന്റെ പ്രത്യക്ഷമായ സ്ഥൂല ശരീരമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്ന ശരീരം. നിങ്ങളുടെ ഈശ്വരൻ എവിടെയാ? ഈ ലോകം മുഴുവനുമാണ്. ലോകം മുഴുവനുമാണ് ഈശ്വരൻ. സ ബാഹ്യാഭ്യന്തര. ബാഹ്യമായിട്ടുള്ളത് മുഴുവനും അദ്ദേഹത്തിന്റെ ശരീരം, ഉള്ളിലുള്ളത് മുഴുവനും അദ്ദേഹത്തിന്റെ സൂക്ഷ്മ വ്യാപകമായിരിക്കുന്ന ഭാവം. അങ്ങനെ വിചാരിച്ച് യത് കിഞ്ചഭൂതം പ്രണമേത് അനന്യഃ. ഈ കാണുന്നത് ഭൂതം, ഭവിച്ചത് എന്ന് പറയാൻ ഇവിടെ എന്തുണ്ടോ അത് മുഴുവനും ഹരിയുടെ ശരീരമാണെന്ന് മനസ്സിലാക്കി അനന്യഃ പ്രണമേത്. രണ്ടാമതൊരു വാക്ക് പറയരുത്. ഹരി 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 ഹരി. രണ്ടാമതില്ല അവിടെ. ആ ഹരി മാത്രമേ ഉള്ളൂ. അതാണല്ലോ ആ 7 വയസ്സായ കുട്ടിയോട്, നിനക്ക് എന്താടാ ഇത്ര അധികം നഞ്ഞൂക്ക്? അസുര ചക്രവർത്തിയായിരിക്കുന്ന ഞാൻ, അണ്ഡകടാഹങ്ങളെ ഇളക്കി മറിക്കുന്നവൻ ഞാൻ. എന്റെ പുരികമനങ്ങിയാൽ സ്വർഗം മുതൽക്ക് പാതാളം വരെ എല്ലാം കിട്ടുകിട്ടാ എന്ന് വിറയ്ക്കും. അങ്ങനെയുള്ള അച്ഛന്റെ മുൻപിൽ എന്നെ ധിക്കരിക്കാൻ നിനക്ക് എവിടുന്നാടാ ശക്തി എന്ന് ചോദിച്ചപ്പോ, എനിക്കല്ല എന്റെ പൊന്നച്ഛ, ലോകത്തിലെ ഇന്ദ്രനും ചന്ദ്രനും ദിക്പാലന്മാർക്കും എല്ലാവർക്കുമുള്ള ശക്തി കേന്ദ്രം ശ്രീഹരി മാത്രം. എന്താ ചെയ്യാ അച്ഛൻ? സ്വന്തം മകൻ, അരക്കെട്ടിൽ നിന്ന് ജനിച്ച മകനാണ് ഇവിടെ. മഹാവിഷ്ണു ആണെങ്കിൽ ഒരു ഇടി കൊടുത്തേനെ, മകനെ ഇടിക്കാൻ മനസ്സ് സമ്മതിക്കില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എവിടെയാടാ നിന്റെ ഹരി? എല്ലാ ദിക്കിലുമുണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ? ഉണ്ട് അച്ഛാ. നിങ്ങൾ പറയോ? കണ്ണടക്കി. എല്ലാ ദിക്കിലുമുണ്ട്, എന്നാൽ ഈ തൂണിലുണ്ടോ? ഉണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ സത്യം വിധാതും നിജഭൃത്യഭാഷിതം. തന്നെ വിശ്വസിച്ച് ആണയിട്ട കൊച്ചുകുട്ടിയുണ്ടല്ലോ, അവന്റെ വാക്ക് സത്യമാക്കണം എന്ന് വിചാരിച്ച് വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ച ആത്മനഃ. താൻ എല്ലാ ദിക്കിലും ഉണ്ടെന്ന് പ്രത്യക്ഷമായി തെളിയിപ്പിക്കും വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് എടുത്ത് ചാടിയത്. എന്തു പറയണു നിങ്ങൾ? പ്രണമേത് അനന്യഃ. അനന്യഭാവത്തോടു കൂടി പ്രണമിക്കണം. നിങ്ങൾ ഈശ്വര എന്ന് പറഞ്ഞ് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും ഒക്കെ തിരിഞ്ഞു നിന്ന് ആരും കാണാതെ അതൊക്കെ അങ്ങോട്ട് വിടൻ. ഈശ്വര എന്ന് വിചാരിച്ച് എവിടെ വേണമെങ്കിൽ നമസ്കരിച്ചോളൂ. നായ കണ്ടാൽ നായെ,
ചെടികളാണെങ്കിൽ ചെടികൾ, കല്ലാണെങ്കിൽ കല്ല്, സമുദ്രം, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ഇടത് വലത്, മോൾ ചോട്, എവിടെ വേണമെങ്കിൽ അവിടെ ഭഗവാനാണ് എല്ലാം എന്ന് വിചാരിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുമ്പോൾ ഇത് അലിഞ്ഞു ചേരുന്നുണ്ടോ മനസ്സിൽ? എന്നാ നമസ്കരിക്കേണ്ട ആവശ്യമില്ല, മനസ്സങ്ങനെയായി. ഭക്തി പരേശാനുഭവോ വിരക്തി അന്യത്ര ചൈഷതൃക ഏകകാലഃ പ്രപദ്യമാനസ്യ യഥാശ്നതസ്യുഃ തുഷ്ടിഃ പുഷ്ടിഃ ക്ഷുതപായോനുഘാസം. ഭക്തി പരേശാനുഭവോ വിരക്തി. ഈ 2 ശ്ലോകങ്ങളുണ്ടല്ലോ, ഇത് ഏറ്റവും വിശേഷപ്പെട്ടതാ. ശ്രീമദ് ഭാഗവതത്തിൽ വിശേഷപ്പെട്ട 2 ശ്ലോകങ്ങളാണത്. ഭക്തി, ഭഗവാനോട് സ്നേഹബദ്ധമായിരിക്കുന്ന ആ ആദരവ്. സ്നേഹം വേണം അവിടെ. സ്നേഹം മാത്രമേ മനുഷ്യന്റെ മനസ്സിനെ സ്നിഗ്ധമാക്കൂ. സ്നിഗ്ധമാക്കുന്നതിലാണ് അതിന് സ്നേഹം എന്നുള്ള പേര്. മനസ്സങ്ങോട്ട് ഉരുകുമത്രേ. വേറെ ഒന്നിനും മനസ്സിനെ ഉരുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പലർക്കും ഒന്നിലോ കരിങ്കല്ല് മനസ്സാ, ഇരുമ്പൊലയ്ക്ക. അതല്ലെങ്കിലോ ഈ ഇരുമുള്ളോ തേക്കോ അങ്ങനെയുള്ള മരങ്ങളെ പോലെയുള്ളതാ, അല്ലെങ്കിൽ മണ്ണാൻ കട്ടയാ. ആ സമ്പ്രദായമൊക്കെ പോയിട്ട് മനസ്സങ്ങോട്ട് ഉരുകണം എന്നുണ്ടെങ്കിൽ ഭഗവാനോട് ഭക്തി തോന്നണം. ഭക്തി തോന്നണം. ഭക്തി പരേശാനുഭവോ വിരക്തി. എല്ലാറ്റിനും ഈശനായുള്ള ആ ഭഗവാന്റെ അനുഭവം, ഇതാണ് ഭഗവാൻ. ഇപ്പൊ നിങ്ങളൊക്കെ ഭഗവാനെ തേടി നടക്കുക. എവിടെയാന്ന് ചോദിച്ചാൽ പ്രഹ്ലാദക്കുട്ടൻ പറഞ്ഞതുപോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എവിടെയാ നിങ്ങളുടെ ഭഗവാൻ? അയ്യോ, അതെങ്ങനെയാ പറയുക സ്വാമിജി? പറയാനല്ലേ പറ്റുള്ളൂ. ഭഗവാന് അനുഭവിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സംശയങ്ങളും ഈഷലുകളൊക്കെയാണ് നിങ്ങൾക്ക്. അതൊന്നും ഇല്ലാതെ പരേശാനുഭവ. ഞാൻ നാമം ജപിച്ചു, ആനന്ദ നൃത്തം വെച്ചു. എൻ്റെ അടുത്ത് ഞാൻ ഇവിടുന്ന് കൊതിച്ചിട്ട് പോയില്ലോ. ആ പോയ സമയത്ത് 2 പേരാണ് സ്ത്രീകൾ വന്ന് പറഞ്ഞ്, സ്വാമിജി സ്വാമിജി പറഞ്ഞില്ലേ, ഇല്ല അത് ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്, അത് പറയാനാ വന്നേന്ന് 2 ആള്. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് പറ്റി? നിങ്ങൾക്കൊക്കെ ഊണാ മേലെ ഓടിയെല്ലാവരും അങ്ങോട്ട്. നമ്മുടെ മനുഷ്യ മനസ്സ് നേരെയാവണ ചരിത്രമില്ല അപ്പ. എന്നാ ഒരു 10 ആൾക്കെങ്കിലും വന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ വെറുതെ പറയരുത് കേട്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഭഗവാൻ ഉള്ളിൽ അങ്ങോട്ട് പ്രവേശിച്ചുവോ, ആ പ്രവേശാനുഭവം ഉണ്ടോ ചോദിച്ചാൽ ആർക്കും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റില്ല, എന്തോ വിഷമം. എന്തായാലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. ഭക്തി പരേശാനുഭവോ വിരക്തി. എല്ലാറ്റിനും ഈശനായുള്ള ആ ഭഗവത് സാന്നിധ്യമുണ്ടല്ലോ, അദൃശ്യമാണെങ്കിലും ദൃശ്യത്തേക്കാൾ ദൃഷ്ടരൂപത്തിൽ സർവത്ര പരിലസിക്കുന്ന ആ സാന്നിധ്യം, ആ സാന്നിധ്യത്തിന്റെ അനുഭവം. വിരക്തി, അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചഞ്ചലവും ക്ഷണികവും നശ്വരവുമായിരിക്കുന്ന ഒരു ലോകവസ്തുവോടും നമുക്ക് ആശ തോന്നില്ല. നമ്മുടെ ശരീരമടക്കം ഒന്നിനോടുമില്ല ഒരാശാപാശം. അവർ സ്ത്രീകളാകാം, പുരുഷന്മാരാകാം, ഗൃഹസ്ഥന്മാരാകാം, കുട്ടികളാകാം, മുതിർന്നവരാകാം. അവരുടെ മനസ്സ് ശുദ്ധ നിർമ്മലമാണ്, ഭക്തി നിർഭരമാണ്, ഭഗവന്മയമാണ്, ഭക്തമയമാണ്. ഭക്തി പരേശാനുഭവോ വിരക്തി അന്യത്ര. എത്രത്തോളം ഈശ്വരനോട് ഭക്തി തോന്നുന്നുവോ അത്രത്തോളം തന്നെ ഈശ്വര ബാഹ്യമായിട്ടുള്ളത് നശ്വരമായ ഈ ലോകവസ്തുക്കളോട്, നമ്മുടെ ശരീരവും കുടുംബവും കുടുംബാംഗങ്ങൾക്കടക്കം എല്ലാറ്റിനോടും വിരക്തി. വിരക്തി എന്ന് പറഞ്ഞാൽ വെറുപ്പല്ല, രാഗമില്ലായ, ആശയില്ലായ. മനസ്സിൽ ആശയില്ലാന്ന്. നിങ്ങൾ ജീവിച്ചോളൂ, നല്ല പോലെ ജീവിക്കൂ. ഇതുപോലെ ഒരു പക്ഷേ നമ്മൾ വാനരന്മാരായിട്ടാണ് ജീവിക്കുന്നത്. ഈ അനുഭവം വന്നു കഴിഞ്ഞാൽ ശ്രേഷ്ഠരായ നരന്മാരായി ജീവിക്കും നമ്മൾ. ഇപ്പം മൃഗജീവിതമാണ്, അത് പോയി മനുഷ്യജീവിതമായി തീരും. നിങ്ങൾ ഓടാൻ പോകുന്നില്ല, വിട്ടുപോകാൻ പോകുന്നില്ല. നിങ്ങളുടെ കുടുംബവും കുടുംബാംഗങ്ങളും അവരോട് കൂടിയിട്ടുള്ള വ്യവഹാരങ്ങളും ഇടപാടും ഒക്കെ അവിടെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ചൂടാലിയെ നോക്കി ശിഖധ്വജന് തോന്നിയ മാതിരി, എന്താ നിന്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു പ്രകാശം എൻ്റെ അപ്പ? ഞാൻ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന ശ്രീമതിയാണ്, ഇന്നിതാ മാറിയിരിക്കുന്നു. എന്താ നിനക്ക് ഇത്രയധികം പ്രസന്നത എന്ന് ചോദിക്കുക ശിഖധ്വജൻ. അപ്പോൾ ചൂടാല ചില മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാനോ ഈ ബ്രഹ്മാണ്ടം മുഴുവനും എവിടെ വിശ്രമിക്കുന്നുവോ അവിടെയാണ് എൻ്റെ മനസ്സ് വിശ്രമിക്കുന്നത്. ഞാൻ രാജധാനിയിലാണ് ശാരീരികമായി താമസിക്കുന്നത് എന്നുണ്ടെങ്കിലും മനസ്സാ ഞാൻ
അഖില ചരാചരങ്ങളിലുമാണ് വസിക്കുന്നത്. ശിഖിധ്വജന് ഈ ഭാഷയെ മനസ്സിലായി. ഇതെന്താ, വല്ല പ്രാന്തുണ്ടോ, വല്ല വൈറ്റമിൻ്റെ കുറവാണോ ഇങ്ങനെ പറയുന്നത് എന്നായി. അപ്പം നിങ്ങൾ സ്ഥലം മാറുമെന്ന് വിചാരിക്കരുത്. മനസ്സിലാണ് ഈ മാറ്റം മുഴുവനും. പ്രപദ്യമാനസ്യ യഥാശ്നതസ്യുഹു തുഷ്ടിഹി പുഷ്ടിഹി ക്ഷുതപായോനുഘാസം. ഇതാണ് ഭാഗവതത്തിൻ്റെ വിശേഷം. എല്ലാവരും ഭാഗവതത്തെ ഭക്തിഗ്രന്ഥം എന്നങ്ങോട്ട് പറഞ്ഞ് തട്ടിമുട്ടി അങ്ങോട്ട് വിടുക. ഭാഗവതം ഭക്തിഗ്രന്ഥം പോലെ വിരക്തി ഗ്രന്ഥമാണ്, അതുപോലെ അത് ജ്ഞാനഗ്രന്ഥമാണ്, അതുപോലെ അത് ഈശ്വരാനുഭവ ഗ്രന്ഥമാണ്. ഈശ്വരാനുഭവത്തിൽ ഒരു പൊട്ടവിടെ കുറയാൻ ഭാഗവതം അനുവദിക്കില്ല. നിങ്ങളുടെ ഹൃദയം മുഴുവൻ മനുഷ്യനല്ലാതെ ഈശ്വരനായി തീരണം. ഇതാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠിക്കുന്ന മൂർത്തിയല്ല ശ്രീമദ് ഭാഗവതം ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ തന്നെ രചിച്ചു തന്നിട്ടുള്ള പാഞ്ചഭൗതികമായ ശരീരത്തിൽ, ആ ഹൃദയ കമലത്തിൽ നിങ്ങൾ ഈശ്വരനെ സ്വയം പ്രതിഷ്ഠിക്കണം. അതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആഹ്വാനം. തന്ത്രിമാരെയും അവരെയും ഇവരെയും കൊണ്ടുവന്ന് ഒരു ക്ഷേത്രം കെട്ടി ശില്പി കൊത്തിയുണ്ടാക്കിയ കണ്ണും മൂക്കുമായിട്ടുള്ള ഒരു വിഗ്രഹത്തിനെ കൊണ്ടുവന്ന് അതിന് തന്ത്രിമാരെ കൊണ്ട് പ്രാണൻ പ്രസരിപ്പിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തി ദാ കല്ല് ഈശ്വരനായി എന്ന് പറയുന്നതല്ല, അത് മാമൂലാണ്. ഈശ്വരൻ തന്നെ സൃഷ്ടിച്ച് തന്നിരിക്കുന്നു പാഞ്ചഭൗതികമായി ശ്വസിക്കുന്ന, ചൂട് വിസർജിക്കുന്ന ഒരു ശരീരം. അതിൻ്റെ ഉള്ളിൽ ചേതനാമയമായ ഒരു മനസ്സുണ്ട്, ശുദ്ധബോധമായിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതിൽ. അവിടെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത്. ആ ഈശ്വരനെ വിളിക്കൂ, അങ്ങ് വരൂ, എൻ്റെ ഹൃദയത്തിൽ വാസം കൊള്ളൂ, വാസം കൊള്ളൂ, വാസം കൊള്ളൂ, വാസം കൊള്ളൂ എന്ന് പറഞ്ഞ് വിളിക്കണം. ഒരിക്കൽ വിളിച്ച് അവിടെ ഇരുന്നാൽ നിങ്ങളുടെ കാര്യം നടന്നു. രണ്ടാമത് വരേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് പോവില്ല. പോകാതെ നോക്കിയാൽ മതി. അതുണ്ടാക്കി തീർക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. ഭക്തി പരേശാനുഭവോ വിരക്തി അന്യത്ര ചൈഷതൃക ഏകകാലഃ പ്രപദ്യമാനസ്യ യഥാശ്നതസ്യുഹു തുഷ്ടിഹി പുഷ്ടിഹി ക്ഷുതപായോനുഘാസം ച ഏഷഃ തൃക ഏകകാലഃ. ആ ശബ്ദത്തിനാണ് അവിടെ വില. എന്ത്? ഏകകാലഃ, ഒരേ സമയത്ത്. തൃകഃ, ഈ മൂന്നും. ഏത് മൂന്നും? ഈശ്വരനോട് ഭക്തി, ലോകവസ്തുക്കളോട് വിരക്തി, ഈശ്വരാനുഭവം. ഈ മൂന്നും ഏഷഃ തൃക ഏകകാലഃ. ഇത് ഉണ്ടാവോ എന്ന് നിങ്ങൾ സംശയിക്കരുത്. ഏതുപോലെ? പ്രപദ്യമാനസ്യ, ഞാൻ ഈ പറഞ്ഞ പ്രകാരം, കവി പറഞ്ഞ പ്രകാരം നിങ്ങളിങ്ങനെ ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോദ്രുമാദീൻ സരിത് സമുദ്രാംശ ഹരേ ശരീരം യത് കിഞ്ചഭൂതം പ്രണമേത് അനന്യഃ. എല്ലാം തന്നെ ഈശ്വരനാണെന്ന് വിചാരിച്ച് അനന്യഭാവത്തോടുകൂടി പ്രണമിക്കാനുള്ള ഒരു മനസ്ഥിതി നിരന്തരമായ നിങ്ങളുടെ മനസ്സിൽ വാഴുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ മൂന്ന് അനുഭവങ്ങളും ഒരുമിച്ച് ഒരേ സമയത്തുണ്ടാവും. ഏതുപോലെ? യഥാശ്നതഃ, വിശക്കുന്നവൻ ഊണ് കഴിക്കുന്ന സമയത്ത്. അനുഘാസം, ഓരോ ഉരുള എടുത്തു വായിലിടുമ്പോഴും. തുഷ്ടിഹി പുഷ്ടിഹി ക്ഷുതപായഃ. ശ്രദ്ധിക്കുന്നുണ്ടോ? തുഷ്ടിഹി, നല്ല രുചിയുള്ള ഭക്ഷണം. ഇന്നിവിടെ രസകാളനായിരുന്നു. ആ രസകാളൻ്റെ കൂടെ നല്ല കൂട്ടും വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരു മെഴുക്ക് പുരട്ടിയും നല്ല വിശപ്പും ഉണ്ട്. ചെന്നിരുന്ന് കഴിക്കുമ്പോൾ ഓരോ ഉരുള കഴിക്കുമ്പോഴും തുഷ്ടിഹി, സന്തോഷം, നല്ല രുചി. പുഷ്ടിഹി, ശരീരത്തിന് പോഷണം. അതിന് പ്രത്യേകിച്ച് കൊടുക്കണ്ട. ഈ രുചി നൽകുന്ന അതേ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗത്ത് ശരീരത്തിന് പോഷണമായി. ക്ഷുതപായഃ, ആ വിശപ്പ് അത്രയും കുറഞ്ഞു കിട്ടി. അങ്ങനെ ഒരു 25 ഉരുള കഴിക്കുമ്പോഴേക്കും വിശപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് മൂന്നും ഒരേ സമയത്താണ് ഉണ്ടാവുന്നത്. തുഷ്ടിഹി പുഷ്ടിഹി ക്ഷുതപായോ അനുഘാസം. അനുഘാസം എന്ന് പറഞ്ഞാൽ ഓരോ ഉരുളയ്ക്കും അതതിനനുസരിച്ച് ഈ 3 ഗുണങ്ങൾ, 3 നേട്ടങ്ങൾ ഒരേ സമയത്തുണ്ടാകുന്നത് പോലെ. ഇത്യച്യുതാംഘ്രിം ഭജതോനുവൃത്യാ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധഃ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. ഞാൻ ഇതിനാണ് ഇത്രയും പറഞ്ഞുണ്ടാക്കിയത്. ഇതിന് ഇത്യച്യുതാംഘ്രിം ഭജതോ അനുവൃത്യ. അച്യുതന്റെ അഘ്രി, പാദകമലങ്ങളെ ഈ പറഞ്ഞ പ്രകാരം ഭജതഃ, ഭജിക്കുന്നവൻ, ആശ്രയിക്കുന്നവൻ. ഇവിടെ പൂ വേണ്ട, പാല് വേണ്ട, ത്രിമധുരം വേണ്ട,
വിളക്കിന് എണ്ണ വേണ്ട, തിരി വേണ്ട, നാളം വേണ്ട. എങ്ങനെയാണ് ഈ ഭജനം? നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ബുദ്ധിയിലാണ്. അനുവൃത്തിയ, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തോ ആവട്ടെ, വീട്ടുവേലയാകട്ടെ, ആഫീസ് വേലയാകട്ടെ, സമാജാർത്ഥം ചെയ്യുന്ന പ്രവൃത്തികളാകട്ടെ, പ്രകൃതിയുടെ കോൾസ്, ആഹ്വാനങ്ങൾ, അത് നേരിടാനുള്ളതായിക്കോട്ടെ, എന്തോ ആയാലും നിങ്ങളുടെ പ്രവൃത്തികൾ എന്തായാലും അനുവൃത്തിയ, ഗോപസ്ത്രീകൾ ചെയ്തതുപോലെ യാദോഹനേ വഹനനേ മഥലോപലേപ പ്രേഖനാർഭ രുദിതോക്ഷണമാർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാവ്രജസ്ത്രീയ ഉരുക്രമചിത്തയാന. അവിടെ വർണ്ണിച്ചിരിക്കുകയാണ് ഗോപസ്ത്രീകളെ പറ്റി. അവർ പാല് കറക്കുമ്പോഴും അടിച്ചു മെഴുകുമ്പോഴും കുട്ടികളെ കുളിപ്പിക്കുമ്പോഴും കരച്ചിൽ തീർക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴും വസ്ത്രം മാറ്റുന്ന സമയത്തും തുടയ്ക്കുക, അടിക്കുക, കുത്തുക, എന്തൊക്കെയുണ്ടോ, ചേറൽ, ഇതൊക്കെ ചെയ്യുമ്പോഴും ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ, അവർ പാടിക്കൊണ്ടിരുന്നു അത്രേ. അത് വെറുതെ പാടുകയല്ല, അനുരക്തധിയോശ്രുകണ്ഠ്യോ, അവർക്ക് ഗദ്ഗതം വരും. എത്രമാത്രം അനുരാഗമാണ്. കൈകാലുകൾ പുറത്തുള്ള മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മനസ്സ് അവരെ ശ്രീകൃഷ്ണ പരമാത്മാവിൽ ലയിച്ചു കൊണ്ടിരുന്നു. എന്തൊരു സൗഭാഗ്യമായിരുന്നു അവർക്ക്. അതേമാതിരി അനുവൃത്യ, ഒന്ന് പറയൂ, അനുവൃത്യ, അനുവൃത്യ. നിങ്ങൾ വിചാരിക്കരുത് അരമണിക്കൂർ പൂജ അത് മാത്രം ഭഗവാന്, ബാക്കിയുള്ളതൊക്കെ എനിക്കും എൻ്റെ കുട്ടികൾക്കും. അങ്ങനെയില്ല. നിങ്ങൾ വേറെ ഇല്ല, നിങ്ങളുടെ കുട്ടികളും വേറെ ഇല്ല, നിങ്ങളുടെ കുടുംബവും വേറെയില്ല. ഇവിടെ വൈകുണ്ഠം വേറെ, ഭൂമി വേറെ എന്നുള്ളതില്ല. എല്ലാം കൂടി ഒരൊറ്റ ഈശ്വരൻ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമാണ്, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമാണ് സൃഷ്ടിവിശേഷം, സൃഷ്ടികോശം മുഴുവനും. അതിലൊരൊറ്റ എണ്ണം, ഒരു മണൽത്തരി പോലും അതിൽ വേറെന്ന് നിങ്ങൾ പറയരുത്. ആ പറയുന്ന വാക്കാണ് മഹാപാപം. എന്ത്? ഈശ്വരനല്ലാതെ ഒരു തരി പോലും ഉണ്ടെന്ന് തോന്നിയാൽ ആ ഭേദബുദ്ധിയാണ് മഹാപാപം. ഞാൻ എന്ന് പറയുന്നതാണ് മഹാപാപം. അതിൽ കവിഞ്ഞൊരു പാപമില്ല. ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ നീയായി, അവനായി, ഇവനായി, ഇവളായി, അവരായി, ഇവരായി. ആ വ്യത്യാസബുദ്ധി മനസ്സിൽ നിന്ന് പോട്ടെ. എല്ലാം കൃഷ്ണമയം, വിഷ്ണുമയം, ഭഗവന്മയം, ബ്രഹ്മമയമായി തീരട്ടെ. ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതഃ പരാം ശാന്തിം ഉപൈതി സാക്ഷാത് ഇത്യച്യുതാംഘ്രിം ഭജതോനുവൃത്യ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ. ഭക്തി, ഭഗവാനോട് ഭക്തി ഇതുവരെ നാം പരിശീലിച്ചു, അഭ്യസിച്ചു, പിന്തുടർന്നു, അനുധാവനം ചെയ്തു. ഇപ്പം അതല്ല സ്ഥിതി. ഇപ്പം ഭക്തി എന്ന് പറയുന്നത് എനിക്ക് അനുഭവമായി. ഇതുവരെ ഞാൻ പഠിക്കുകയായിരുന്നു, പയറ്റുകയായിരുന്നു. ഇപ്പൊ പഠിക്കലും പയറ്റലും ഇല്ല, അനുഭവമായി. ദാ എന്നിൽ നിന്ന് ഇങ്ങനെ പോവുക, നിർഗളിക്കുക. ചൂട് വിസർജിക്കുന്നത് പോലെ, വേർപ്പ് നിർഗളിക്കുന്നത് പോലെ, ശ്വാസം ബഹിർഗമിക്കുന്നത് പോലെ എന്റെ ഉള്ളിൽ നിന്നിതാ ഭക്തി. വന്നോളൂ, കുപ്പി വെച്ച് എടുത്തോളൂ വേണമെങ്കിൽ. ഭക്തി വിരക്തി ഭഗവത് പ്രബോധ. അതുപോലെ ലോകത്തോട് പിന്നെ വൈരാഗ്യമായി, ഭഗവത് പ്രബോധവുമായി. ഇത് മൂന്നും ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ. അല്ലേ നിമിരാജാവേ, ഈ ഭാഗവതൻ ഭക്തന് ഇത് മൂന്നും ഒരുപോലെ ഉണ്ടാവണു. ഉണ്ടായതിനു ശേഷോ അയാളുടെ മനസ്സ് ശാന്തസുന്ദരമായി. അവിടെ അങ്ങോട്ട് വെപ്രാളമില്ല, ആവലാതിയില്ല, ആലോചനയില്ല. ഭഗവാനെക്കുറിച്ച് പോലും സംശയങ്ങളോ ജിജ്ഞാസയോ ചോദ്യങ്ങളോ ഇല്ല. എനിക്ക് വേണ്ടത് കിട്ടിയോ എന്നുള്ള തോന്നലില്ല. കിട്ടി, കിട്ടേണ്ടത് കിട്ടി, കൊടുക്കേണ്ടത് കൊടുത്തു. ഞാൻ പൂർണ്ണ മനസ്കനാണ്, എനിക്ക് ഒരു തെറ്റുമില്ല എല്ലാം എന്ന് പറഞ്ഞ് ഒരു ശാന്തി. കിണറ്റിൻ്റെ ഉള്ളിൽ കല്ലിട്ടതുപോലെയാ പിന്നെയുള്ള ജീവിതം. ഒരനക്കല്ല. അതിൻ്റെ മുകളിൽ എത്ര ആൾ വേണമെങ്കിൽ വെള്ളം കോരിക്കോട്ടെ, അടിയിലുള്ള കല്ലിന് യാതൊരു ബാധയുമില്ല. അങ്ങനെ ഇങ്ങോട്ട് ഇരിക്കുന്ന ഒരു നില. സംശാന്ത സർവസങ്കൽപ്പ യാ ശിലാന്തരിവസ്ഥിതി ജാഡ്യനിദ്രാവിനിർമുക്ത സാ സ്വരൂപസ്ഥിതി സ്മൃത. വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുന്നതാ. സംശാന്ത സർവസങ്കൽപ്പ, എല്ലാ സങ്കല്പങ്ങളും മനസ്സിൽ സംശാന്തമായി. യാ ശിലാന്തരിവസ്ഥിതി, നല്ല ഒരു കരിങ്കല്ലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും സ്ഥിതി? ഒരനക്കം ഉണ്ടാവില്ല. ജാഡ്യനിദ്രാവിനിർമുക്ത, ജഡത്വം ഒരു തരത്തിലുമില്ല, നിദ്രയുമില്ല.
അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഒരു ശുദ്ധ ബോധ സ്ഥിതി, അതാണ് പിന്നെ ഉണ്ടാവുക. അപ്പൊ ഭക്തിക്കും ജ്ഞാനത്തിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തില്? നോക്കൂ, ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള ഒരു പരമശാന്തിയിൽ കൊണ്ടെത്തിക്കുന്നതാണല്ലോ. ഇവിടെ തുടങ്ങിയത് എങ്ങനെയാ? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ. ആ ഗായൻ പാടിക്കൊണ്ടാണ് തുടങ്ങിയത്. ഉന്മത്തനെ പോലെയായി. ലോകം മുഴുവനും ഈശ്വരനാണെന്ന് തോന്നി. എല്ലാവരെയും പൊതുവെ തുറന്ന് നമസ്കരിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്തിയും വിരക്തിയും ഭഗവത് പ്രബോധവും ഉണ്ടായി. എല്ലാം കഴിഞ്ഞതിന് ശേഷം പരാം ശാന്തിം ഉപൈതി. ഈ ശാന്തി തന്നെയല്ലേ പരബ്രഹ്മ മനനവും പരബ്രഹ്മ ധ്യാനവും ചെയ്യുന്നവർക്ക് കിട്ടാൻ പോകുന്നതും ഇത് തന്നെയല്ലേ? അതാണ് പറഞ്ഞത്. എന്ത്? ഒന്നിലോ വൈരാഗ്യം, അല്ലെങ്കിൽ ഈശ്വര കഥാശ്രവണം, അതിൽ രതി. ഇത് രണ്ടും ഒരുപോലെയാണെന്ന്. ക്വചിത് രുദന്ത്യച്യുത ചിന്തയാ ക്വചിത് ഹസന്തി നന്ദന്തി വദന്ത്യലൗകികാഃ നൃത്യന്തി ഗായന്ത്യനുശീലയന്ത്യജം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃതാഃ. ഇതും ഒരു യോഗി പറയുന്നതാ. ആദ്യമാദ്യം ഈശ്വരഭക്തി നമ്മളിൽ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരും, ചിരിക്കാൻ തോന്നും, ആടും പാടും. ഇതൊക്കെ കഴിഞ്ഞു അവസാനം ഭവന്തി തൂഷ്ണീം പരമേത്യ നിർവൃതാഃ. അങ്ങേ അറ്റത്തെ ലാഭം നമുക്ക് കയ്യിൽ വന്നാൽ തൂഷ്ണീം, മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കും. അപ്പൊ ഈ പുകച്ചലൊക്കെ കഴിഞ്ഞ്, പുകച്ചൽ സാധാരണ പറയും നെയ്യ് തിളപ്പിച്ച, നിങ്ങൾ ആരെങ്കിലും വെണ്ണ ഉരുക്കാറുണ്ടോ? പരിചയമുണ്ടോ? വെണ്ണ ഉരുക്കി കഴിഞ്ഞാൽ അത് ചളപള ചളപള പളപള പളപള ചളപള എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിളയ്ക്കും. അത് തിളച്ച ആ മൂപ്പങ്ങോട്ട് എത്തിയെന്നിരിക്കട്ടെ, ആ തളശബ്ദമൊക്കെ അങ്ങോട്ട് നിൽക്കും. അപ്പൊ തമിഴിൽ പറയും നെയ്യിന്റെ ഊരോശ അടങ്ങുന്നത് പോലെ. അതുപോലെയാണ് നമ്മുടെ മനസ്സും ആവുക. അതാണ് ഇവിടെ പറയുന്നത്. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഃ അനാശീഃ കാമ ഉദ്ധവ നയാതി സ്വർഗനരകൗ യദ്യന്യന്ന സമാചരേത്. ഉദ്ധവനെ പറഞ്ഞു മനസ്സിലാക്കുക വളരെ വിജ്ഞാനപ്രദമാണ്. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഃ, സ്വധർമ്മസ്ഥഃ യജൻ യജ്ഞൈഃ. യജ്ഞങ്ങൾ എന്തെല്ലാമുണ്ടോ ആ യജ്ഞങ്ങൾ മുഴുവൻ ചെയ്യുന്നവർ ചെയ്തോട്ടെ, കൃഷ്ണൻ വേണ്ടാന്ന് പറയുന്നില്ല. കാര്യം വൈരാഗ്യം വരുന്നവരെയാണ് ഇത് മുഴുവനും എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയാലും ഈ യജ്ഞവും യാഗവും ചെയ്യുന്നവരെ അത് മുടക്കാനായിട്ട് കൃഷ്ണൻ പുറപ്പെടുന്നില്ല, ഒരിക്കലുമില്ല. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഃ അനാശീഃ കാമ ഉദ്ധവ. ഒരു കാര്യം മാത്രമേ കൂട്ടിച്ചേർക്കുന്നുള്ളൂ. എന്ത് യജ്ഞോ യാഗോ നിങ്ങൾ ചെയ്തോളൂ, യജ്ഞപതി മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിനോട് തോന്നുന്ന ഭക്തിക്ക് മീതെ ഒരു യജ്ഞവും ഒരു യാഗവുമില്ല. യജ്ഞപതി മഹാവിഷ്ണുവായിരിക്കെ ആ വിഷ്ണുവിനോട് നമുക്ക് തോന്നുന്ന ഭക്തി ഉണ്ടല്ലോ, അങ്ങ് എൻ്റെ ഹൃദയ കമലത്തിൽ വന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ച് ഇരുത്തുന്നത്, അതിലും മീതെ ഒരു യജ്ഞവും ഇല്ല, ഒരു യാഗവും ഇല്ല. അപ്പൊ നിങ്ങൾ എന്തു വേണം? യജ്ഞങ്ങൾ ചെയ്തോളൂ. നിങ്ങളുടെ ശീലം അതാണെങ്കിൽ, നിങ്ങളുടെ പതിവ് അതാണെങ്കിൽ, നിങ്ങളുടെ വാസനാബലം അതാണെങ്കിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ ചെയ്യുന്ന സമയത്ത് അനാശീഹി കാമ ഉദ്ധവ, അനാശീഹി ആശയില്ലാതെ ചെയ്യണം. ഭഗവാനെ വിചാരിക്കുമ്പോൾ പിന്നെ പ്രത്യേക ആശകളുടെ ആവശ്യമില്ല, അഭിലാഷങ്ങളുടെ ആവശ്യമില്ല. സ്നയാതി സ്വർഗനരകവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ആള് സ്വർഗത്തിലേക്കും പോകില്ല, നരകത്തിലേക്കും പോകില്ല. ആശയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്താലും ഒന്നുകിൽ സ്വർഗം, കൂട്ടത്തിൽ നരകം നിങ്ങൾക്കുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇല്ല എന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെയും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തു പറയും? ഒരു ലിസ്റ്റും കൊണ്ടല്ലേ ക്ഷേത്രത്തിലേക്ക് പോവാ. ആ ലിസ്റ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാൻ തോന്നില്ല. ആ ലിസ്റ്റ് ഒന്നും കൊണ്ടുപോവാ. എൻ്റെ കയ്യിലുള്ളത് ഇരട്ടി ഭഗവാന് കൊടുക്കൂ, ഭണ്ഡാരത്തിലിടൂ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ ആ ഭഗവാന്റെ അടുത്ത് പറയരുത് ചോതി പൂരോരട്ടാതി മകീരം ഇതിലൊക്കെ അങ്ങ് പ്രത്യേകിച്ച് നോക്കണം എന്ന് പറയരുത്. അതൊന്നുമില്ലാതെ കൊടുക്കേണ്ടത് അങ്ങോട്ട് കൊടുത്തോളൂ, അതല്ലേ ആവശ്യം. ഇത് പേരൊക്കെ പറഞ്ഞ് എന്താ പുഷ്പാഞ്ജലിക്ക് 3 റുപ്യ, ആ 3-4 12 കൊടുക്കുള്ളൂ, പിന്നെ 50 പൈസയും കൂടി ഭണ്ഡാരത്തിലില്ല നിങ്ങൾ. ഇതാണ് നിങ്ങൾക്കുള്ള തകരാറ്. ഞാൻ എന്താ പറയണേന്ന് വെച്ചാൽ 3-4 12 നിൽക്കണ്ട, ഉള്ളത് മുഴുവൻ കെട്ടിക്കൂട്ടി അങ്ങോട്ട് ഇട്ടേക്കോ. അവിടെ നിരാശീഹി അനാശീഹി കാമ ഉദ്ധവ നയാതി സ്വർഗനരകവും യദ്യന്യന്ന സമാചരേത്. അപ്പൊ ആശ വിട്ട് യജ്ഞങ്ങൾ മുഴുവനും സ്വധർമ്മസ്ഥനായി തൻ്റെ ധർമ്മം എന്തോ ആ ധർമ്മം പരിപാലിച്ചുകൊണ്ട് ചെയ്താൽ സ്വർഗവും നരകവും അവർക്കില്ല, പോകേണ്ടി വരില്ല.
യദ്യ അന്യന്ന സമാചരേത്, വേറെ ദുഷ്പ്രവൃത്തി ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ആവശ്യവും വരില്ല എന്ന്. ഒറ്റ ഫോമുല. ആ ഫോമുല എന്താ? അനാശീഹി. ഒന്ന് പറയൂ കേക്കട്ടെ. ആശയില്ലാതെ. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽക്ക് പരിശോധിച്ചോളൂ, എൻ്റെ മനസ്സിൽ ആശയോടുകൂടിയാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, അതോ ആശയില്ലാതെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിക്കൂ. നിങ്ങൾ എന്ത് പ്രവൃത്തി വേണമെങ്കിൽ ചെയ്തോളൂ, ആശയുണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ആ ആശ മനസ്സിൽ നിന്ന് കളയണം. ആത്മപരിശോധന എപ്പോഴും നടത്തണം. ആശ മുട്ടിമുളയ്ക്കാൻ അനുവാദം കൊടുക്കരുത്. ഇതന്നെയാ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അർജുനൻ വല്ലാത്ത മഹാപാപമാണല്ലോ കണ്ടു പേടിച്ചത്, യുദ്ധം ചെയ്യില്ല എന്ന് പറയാൻ കാരണം. ആ അർജുനോട് പറഞ്ഞു കൊടുത്തത് ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. ഞാൻ പറയുന്ന ഒരു സമത്വ ബുദ്ധിയോഗമുണ്ടല്ലോ. എന്താ ഈ സമത്വം? ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളും തമ്മിലുള്ള സമ്പർക്കമാണ് ലോകജീവിതം. ആ സമ്പർക്കം അനിവാര്യമാണ്. അതിൽ നിന്ന് അനിവാര്യമായി മനസ്തടത്തിൽ ഉദ്ഭവിക്കുന്നതാണ് സുഖം ദുഃഖം എന്ന് പറയുന്നത്. ഈ സുഖദുഃഖങ്ങളിൽ നമുക്കൊരു പങ്കുമില്ല. ഇന്ദ്രിയങ്ങളും ലോകവസ്തുക്കളും കൂടി സമ്പർക്കം ഉണ്ടായാൽ ഉടനെ സുഖദുഃഖങ്ങൾ ഉണ്ടാവും. ഈ സുഖദുഃഖങ്ങൾ എങ്ങനത്തതാ? വരുന്നതും പോകുന്നതുമാണ്. സുഖം വരും പോകും, അത് കഴിഞ്ഞാൽ ദുഃഖം വരും പോകും. അപ്പൊ സുഖത്തെ ആനയിക്കുന്നതാണ് ദുഃഖം. എന്ത്? സുഖത്തെ ആനയിക്കുന്നതാണ് ദുഃഖം. അപ്പൊ സുഖത്തിനെ ആനയിക്കുന്ന ദുഃഖത്തോട് നിങ്ങൾക്ക് എന്തിനാ വെറുപ്പ്? സുഖം കൊണ്ടുവരുന്നത് ദുഃഖമാണ്. അപ്പൊ ദുഃഖത്തിന്റെ ഭാവം മാറിയില്ലോ. ഇനി സുഖം എന്താ? ദുഃഖത്തിനെ കൊണ്ടുവരുന്നതാ. സുഖം പോയി ദുഃഖം വരുന്നു. അപ്പൊ സുഖം കൊള്ളാവുന്നതാണോ? ദുഃഖമോ കൊള്ളരുതാത്തതാണോ? കഴിഞ്ഞില്ലേ കാര്യം? സൊല്യൂഷനായി നമുക്ക്. സുഖം ദുഃഖമാനയിക്കണു എന്നുള്ളതിനാൽ ഇഷ്ടപ്പെടേണ്ടതല്ല. ഇനി ദുഃഖം സുഖം ആനയിക്കണു എന്നുള്ള കാരണത്താൽ വെറുക്കേണ്ടതുമില്ല. അപ്പൊ മനസ്സിൽ നിന്ന് വെറുപ്പും പോയി, അമിതമായിരിക്കുന്ന ഇഷ്ടവും പോയി. അപ്പൊ മനസ്സെന്തായി? പരമശുദ്ധമായി, പരമപവിത്രമായി. ചുരുക്കം പറയുകയാണെങ്കിൽ ഈശ്വരീയമായി. അതാണ് ഇവിടെ പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. ഈ ബുദ്ധിയിൽ ഈ സമത്വ ബുദ്ധി എന്ന് പറയുന്നത് വളർത്തിക്കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ സുഹൃതവും വേണ്ട ദുഷ്കൃതവും വേണ്ട, സുഹൃതവും വേണ്ട ദുഷ്കൃതവും വേണ്ട. ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്വ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ബുദ്ധിയോഗമുണ്ടല്ലോ, സമത്വ ബുദ്ധിയോഗം, ആ ബുദ്ധിയോഗത്തെ നീ ആശ്രയിക്ക്. യോഗ കർമ്മസു കൗശലം. ഈ യോഗബുദ്ധി നിനക്ക് എന്തിനു സഹായിക്കും? കുശലമായി, സമർത്ഥമായി, കാര്യക്ഷമമായി എല്ലാ കൃത്യങ്ങളും നിർവഹിക്കാൻ നിന്നെ സഹായിക്കും. ഇതിലേറെ എന്താ ഇനി വ്യക്തമാക്കാനുള്ളത്? ഈ യജ്ഞം യജ്ഞം എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. നിങ്ങളോട് എനിക്ക് ചുരുക്കി പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും 3 ഇനങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ്. എന്താ ഈ 3 ഇനങ്ങൾ? യജ്ഞം, ദാനം, തപസ്. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ മുഴുവൻ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് 3 ഇനങ്ങളാണ്. യജ്ഞം, ദാനം, തപസ്. ഒന്ന് പറയൂ. യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്നത്, യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരാർത്ഥമായി ചെയ്യുന്നത് എന്തുണ്ടോ അത് മുഴുവനും യജ്ഞ. കൃഷ്ണൻ ഗീതയിൽ പറയുകയാണ്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഹാന്ന്. യജ്ഞാർത്ഥമല്ലായി, ഈ യജ്ഞാർത്ഥം അല്ലാതെ നിങ്ങൾ ഈ ലോകത്തിൽ എന്ത് ചെയ്താലും അത് നിങ്ങളെ ബന്ധിക്കും. നിങ്ങൾ ഗർഭം ധരിച്ചു, പ്രസവിച്ചു, കുട്ടിക്ക് മുല കൊടുത്തു, വളർത്തിക്കൊണ്ടുവന്നു. ഈ ചെയ്യുന്ന പ്രവൃത്തി യജ്ഞാർത്ഥമായി ചെയ്തില്ലെങ്കിൽ ഇതേ സത്പ്രവൃത്തി നിങ്ങളെ ബന്ധിക്കും. അപ്പൊ നാം ചെയ്യുന്നത് മുഴുവൻ ഈശ്വരന് വേണ്ടിയിട്ടാണ്. ഈശ്വരൻ രചിച്ച ലോകം, ഈശ്വരൻ പുലർത്തുന്നതായ നിയമങ്ങൾ, വ്യവസ്ഥകൾ, സമ്പർക്കങ്ങൾ, സാധ്യതകൾ എല്ലാം തന്നെ ഈശ്വരീയമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈശ്വരാർത്ഥമായേ നിങ്ങൾ എന്തും ചെയ്യാവൂ. നിങ്ങളുടെ ജന്മം തന്നെ ഈശ്വരാർത്ഥമാണ്, ലോകം തന്നെ ഈശ്വരാർത്ഥമാണ്. അപ്പൊ പിന്നെ ഏതെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ അതാണല്ലോ. അങ്ങനെ ഈശ്വരാർത്ഥമായി ചെയ്യാത്ത പ്രവൃത്തി എന്തും നിങ്ങളെ ബന്ധിക്കും. അപ്പൊ ഈശ്വരന് വേണ്ടി ചെയ്യുന്നതൊക്കെ യജ്ഞം. രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും പെടാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങളിൽ ഏതായാലും ഒരു ഓഹരി എടുത്ത് അവർക്കിതാ കൊടുക്കുക. നിങ്ങളിത് കൊണ്ടുപോയി അനുഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടേ, കൃതാർത്ഥതയുണ്ട് എന്ന് പറഞ്ഞ് നല്ല വാക്ക്, നല്ല സ്വരം, നല്ല മുഖത്തോടുകൂടി, അപേക്ഷയോടുകൂടി അവരെ വിളിച്ചങ്ങോട്ട് കൊടുക്കുക. അതാണ് ദാനം. കൊടുക്കുമ്പോൾ നല്ല സാധനങ്ങൾ കൊടുക്കണം കേട്ടോ, കല്ലും മുള്ളുമായിട്ടുള്ളത് കൊടുക്കരുത്.
യജ്ഞദാന തപഃ. പിന്നെ തപസ് എന്ന് പറയുന്നത് എന്താ? ഞാൻ എവിടെയൊക്കെ സംസാരിച്ചു എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. തപസ് എന്ന് പറഞ്ഞാൽ പതിവായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിർത്തിവെക്കുക, വേണ്ടാന്ന് വെച്ചാൽ തപസ്സായി. പതിവായിട്ട് ചെയ്യാത്തത് ചെയ്യുമ്പോൾ അതും തപസ്സായി. ഇപ്പോൾ വെള്ളിയാഴ്ച ഒരു ദേവീക്ഷേത്രത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് പോയി അവിടെ ഒരു അരമണിക്കൂർ ചെലവ് ചെയ്ത് പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രണമിച്ച് പ്രസാദമൊക്കെ തൊട്ട് വരിക, അതൊരു തപസ്സാണ്. ഏകാദശി ദിവസം ഇന്ന് ഒരിക്കലോ അല്ലെങ്കിൽ നോലുമ്പോ അതൊരു തപസ്സാണ്. തപസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നിയന്ത്രണം വേണം. ഉള്ളത് വേണ്ടാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ പതിവായിട്ട് ചെയ്യാത്തത് കൂട്ടിച്ചേർക്കുക. ഇപ്പൊ ഭഗവത്ഗീത ഒരധ്യായം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസം വ്യാഴാഴ്ച, മുപ്പട്ട വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ മുപ്പട്ട ഞായറാഴ്ചയോ ആയിക്കോട്ടെ, മുടക്കത്തിന് വേണ്ടി ഭഗവത്ഗീത 18 അധ്യായം ഞാൻ വായിക്കും, അല്ലെങ്കിൽ പ്രതിദിനം ഒരധ്യായം വായിക്കുക. ഇതൊക്കെ തപസ്സിൽ പെട്ടതാണ്. ഇങ്ങനെ 3 കൂട്ടം സംഗതികളാണ് നമ്മളെ ധന്യമാക്കാനുള്ളത്: യജ്ഞം, ദാനം, തപസ്. യജ്ഞദാന തപഃകർമ്മ നത്യാജ്യം കാര്യമേവ തത്. 18ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ അർജുനൻ ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 17 അധ്യായത്തിലെ ഉപദേശം കഴിഞ്ഞു, എന്നിട്ട് എന്താ ചോദിക്കണത്? ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്തിനാ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയണത് എന്ന്. അപ്പോഴാണ് കൃഷ്ണൻ പറയാൻ തുടങ്ങിയത്. അദ്ദേഹം പറയാണ്, യജ്ഞദാന തപഃകർമ്മ നത്യാജ്യം കാര്യമേവ തത്. മനുഷ്യരുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ശാസ്ത്രങ്ങൾ വേദകാലം മുതൽക്ക് വിധിച്ചിട്ടുള്ളതായ യജ്ഞ, ദാന, തപോനുഷ്ഠാനങ്ങൾ ഉണ്ടല്ലോ, ഇത് ഒരിക്കലും ഒരാളും വിട്ടുകളയരുത്. ഈശ്വരന് കൊടുക്കുന്നത്, ഈശ്വരന് വേണ്ടി ചെയ്യുന്നത് യജ്ഞം. നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ദാനം. നമ്മളിൽ തന്നെ നാം വരുത്തുന്ന അടക്കങ്ങളും നിയന്ത്രണങ്ങളും തപസ്. ഇത് 3 ഒരിക്കലും പരിത്യജിച്ചുകൂടാ. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം. തത്വവിചാരം ചെയ്യുന്നവർ, മനനം ചെയ്യുന്നവരുണ്ടല്ലോ മനീഷികൾ, അവർക്ക് ഈ യജ്ഞവും ദാനവും തപസ്സുമാണ് ശുദ്ധികരം. നമ്മളിവിടെ ചെയ്യാൻ പോവാണ് എന്ത്? വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം. 1-ാം തീയതി ധാരാളം ദ്രവ്യവും പണവും ഒക്കെ ചെലവുള്ളതാണത്. കോയമ്പത്തൂരിൽ നിന്ന് പൂ കൊണ്ടുവന്ന് അങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. അത് മുഴുവനും പലരും കൂടി വന്ന് ആഞ്ഞ് വെടുപ്പാക്കിയാലേ അത് ആയാൻ പറ്റുള്ളൂ. അത്രയധികം പൂ ഉണ്ടാവും. എന്നിട്ട് എല്ലാവരും നമ്മളത് ഇരുന്ന് അർച്ചന ചെയ്യണം. അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് മാറ്റുള്ളൂ. അപ്പൊ ഇത്രയധികം വില പിടിച്ച് പൂ കൊണ്ടുവന്ന് ഭഗവാന് വേണ്ടി അർച്ചന നടത്തി മണിക്കൂറുകൾ കൊണ്ട് അത് നമ്മളങ്ങോട്ട് വിട്ടുകളഞ്ഞു. അതിന് വരുന്ന ചെലവ് എത്രയാന്ന് നിങ്ങൾ ആലോചിക്കൂ. ഇങ്ങനെ ചെലവ് ചെയ്യാൻ നമുക്ക് തോന്നുന്നത് എന്തിനാ? നമുക്ക് ഭഗവാനോടുള്ള കൂറും കടപ്പാടുമാണ്. ഇതാണ് ഭാരത ജനതയുടെ വിശേഷം. അവർ പുഴയിലും കൂടി കല്ല് വലിച്ചെറിയും, നാണയം വലിച്ചെറിയും, നോട്ട് കൊണ്ടിടും. നമുക്ക് ഭഗവാന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു ഇമ്പവും ഒരു കമ്പവുമാണ്. നിങ്ങൾക്കെങ്ങാനും കുറവുണ്ടാവോ? അത് നിങ്ങൾക്ക് ഇമ്പവും കമ്പവും ഒത്തിരി കുറവാന്നാണ് ഇവിടെയൊക്കെ പറയണ കേട്ടത്. പോരാത്തതൊക്കെ നികത്തണം കേട്ടോ. അപ്പം അതിന് വലിയൊരു ഇമ്പമാണ്. നമുക്ക് ഭഗവാൻ കൊടുത്ത് പഠിച്ചിട്ടുള്ളവരാ. എത്ര വിളക്ക് വെച്ചാലും നമുക്ക് തൃപ്തിയാവില്ല. ലക്ഷദ്വീപം, ദശലക്ഷദ്വീപം കൊളുത്ത് അങ്ങോട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് നല്ല മനസ്സ് ഒരിക്കലും അതിന് തടസ്സം പറയില്ല. നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കാനില്ലെങ്കിൽ പടുതിരി കത്തിക്കൂ എന്നാ പറയണത് ഭഗവാന് വേണ്ടി. 10 ദിവസം കഴിയുമ്പോഴേക്ക് ഒഴിക്കാനുള്ള എണ്ണ നിങ്ങൾക്ക് കിട്ടും. എത്ര നിങ്ങൾ കൊടുത്തോ, കൊടുക്കുന്ന കയ്യിനെ പുഷ്ടിപ്പെടുത്തുന്നതാണ് ഈശ്വരൻ. ആർക്കും കൊടുക്കാൻ തോന്നില്ല. ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തോന്നില്ല. അപ്പൊ ആരെങ്കിലും കൊടുക്കാൻ പുറപ്പെട്ട ആ ഹസ്തങ്ങളെ ശക്തിപ്പെടുത്താൻ ഈശ്വരൻ അസൂയാവഹതയോടുകൂടി വന്നെത്തും. അത്ര വിശേഷമാണ് കൊടുക്കുക. ഗിവ് എന്ന് പറഞ്ഞാൽ ഹാവ് എന്നാണ് അർത്ഥം. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം ഏതാന്യപിതു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. ഈ പ്രവൃത്തികളുണ്ടല്ലോ, യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്നത്, ഇത് ചെയ്യുന്ന സമയത്ത് വലിയ ഒരു മുൻകരുതലാണ്. എന്താണത്? ഒരു ആഹ്വാനം. നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. ഒരു മുന്നറിയിപ്പ്. സംഘം ത്യക്ത്വാ ഫലാനിച. ഭഗവാന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരിക്കലും ആ ഫലാപേക്ഷ ഉണ്ടാവരുത്. കാര്യം ഇന്ന ഫലം എന്ന് പറഞ്ഞാൽ ഇവിടെ മൃത്യുഞ്ജയ ഹോമം നടത്തി. അകാല മൃത്യു,
അപമൃത്യു, ക്ലേശമൃത്യു, ഇത് മൂന്നും ഒഴിവാക്കാൻ വേണ്ടി നടത്തിയതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നടത്തിയത്. എന്താ കാരണം? അപ്പോഴേ നിങ്ങൾക്കത് നടത്താൻ തോന്നൂ. എന്നാ ഞങ്ങളുടെയൊക്കെ മനസ്സിലോ എൻ്റെ മനസ്സിലോ അകാലമൃത്യുയോ അപമൃത്യുയോ എന്തെങ്കിലും ഒഴിവാക്കണം എനിക്ക് എന്ന് പറഞ്ഞിട്ടാണോ? അല്ലേ അല്ല. ലോകത്തിൽ ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള സങ്കല്പമുണ്ട്. ലോകത്തിൽ ഉണ്ടാവരുത് എന്ന് പറയുന്നതും എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവരുതെന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഒന്ന് വികസിപ്പിക്കുന്നതാണ്, മറ്റതോ ഇടുക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾ അതിന് വരുള്ളൂ, അല്ലാണ്ട് വരുമോ? പക്ഷെ വേണ്ടതെങ്ങനെയാ? ഏതാന്യപിതു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. എൻ്റെ ഉറച്ച അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ യജ്ഞവും ദാനവും തപസ്സും കൂടി ഒരു വിധത്തിലുള്ള ഫലമോ അപേക്ഷയോ ആവശ്യമോ മനസ്സിൽ കരുതാതെ, എന്നാലോ പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷ സാഫല്യത്തോടുകൂടി ചെയ്യണം. ആലോചിച്ച് നോക്കൂ, ആ മനസ്സ് എത്ര തങ്കമാണ് ആ മനസ്സെന്ന്. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ ആവണം. ആവും. മനസ്സങ്ങോട്ട് തുറന്നു കൊടുക്കൂ. ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കൂ. എന്താ അതിന് വിഷമം? അദ്ദേഹം നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. 2 കുട്ടികളുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു കുട്ടിയായിട്ട് പ്രതിദിനം കാപ്പിയും ചായയും ഒന്നും ചോദിക്കില്ല. ഉള്ളിലായിരിക്കണത്. ഭക്ഷണമൊന്നും ചോദിക്കില്ല. ആ അകത്തങ്ങോട്ട് ഇരിക്കട്ടെ സന്തോഷമായിട്ട്. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഃ അനാശീഃ കാമ ഉദ്ധവ നയാതി സ്വർഗനരകൗ യദ്യന്യന്ന സമാചരേത്. ബാക്കി ഒരു ദുഷ്പ്രവൃത്തിയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ആശയില്ലാതെ എല്ലാ പ്രവൃത്തികളെയും ചെയ്യുന്നവന് സ്വർഗത്തിന് അഭിലഷിക്കേണ്ട ആവശ്യമില്ല, നരകത്തിന് പേടിക്കും വേണ്ട. നോക്കൂ, ആ ഈശ്വരൻ ഭക്തി എന്നുള്ള ഒരു പരിവേഷം വെച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം നമ്മെ എന്തൊക്കെയാണ് പഠിപ്പിക്കണത് എന്ന് നോക്കൂ. ധർമ്മശാസ്ത്രങ്ങൾ മുഴുവൻ അവതരിപ്പിച്ച് അതിൻ്റെ കഴമ്പും കാതലും എസൻസും ഒക്കെ വെളിപ്പെടുത്തി തരികയാണ് കൃഷ്ണൻ. ഇങ്ങനെ എല്ലാ സ്ഥലത്തും വിജ്ഞാനപ്രദമാണ് ഈ ശ്രീമദ് ഭാഗവതം. വിജ്ഞാനപ്രദമാണ്. പക്ഷേ തൊട്ടയിടത്തൊക്കെ ഭഗവാനും ഭക്തനും അങ്ങനെ വന്ന് കൂട്ടിക്കലർത്തിയിട്ടാണ് പറയുന്നത്. വെറും പാൽപ്പായസമല്ല, മധുരവും കൂടി ചേർത്തിട്ടുള്ള പഞ്ചസാര പാൽപ്പായസ, അതാണ് അവിടെയുള്ളത്. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഃ അനാശീഃ കാമ ഉദ്ധവ നയാതി സ്വർഗനരകൗ യദ്യന്യന്ന സമാചരേത്. ഇത് 20-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകമാണ്. ഈ അധ്യായം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നണത്. ഇനി ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു തത്വപ്രവചനമുള്ളത് ഇംഗ്ലീഷിലാണ്, അല്ലേ? ഇംഗ്ലീഷിലാണ്. അത് കഴിഞ്ഞ് 31-ാം തീയതി അവസാനം ഒരു സമാപന ഒരു അവതരണം ഞാൻ പൊതുവെ ചെയ്യാറുള്ളതാണ്, ഉദ്ദേശിക്കുന്നുണ്ട്. അന്ന് എനിക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് എന്തെല്ലാം തോന്നിയോ അതൊക്കെയാണ് പറയുക. ചുരുക്കി പിടിച്ച് സർവ്വ ആൾക്കാർക്കും എന്തു വേണം? മുക്തി അനുഭവിച്ചുകൊണ്ട് വേണം ഈ സത്രശാലയിൽ നിന്ന് പോകാൻ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ഇവിടെ വന്നോളൂ, സർവത്ര ദുരിതയും പിടിച്ചു വലിച്ചുകൊണ്ട് വന്നോളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും മനസ്സ് ലാഘവമണിയണം. ഒരു വിധത്തിലുള്ള കെട്ടോ പൂട്ടലോ കറയോ കുറയോ ഒന്നും അതിലുണ്ടാവരുത്. ശുദ്ധ നിർമ്മലം ആയിട്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ രണ്ട് തത്വപ്രവചനവും കൂടിയാണ് എനിക്കിവരെല്ലാവരും കൂടി നിശ്ചയിച്ചിരിക്കുന്നത്. ഞാനിവിടെ 10 ശ്ലോകമാണ് ഈ 4-5 ദിവസമായിട്ട് എടുത്തത്. നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? അദ്വൈതബോധാബ്ജ സഹസ്രരശ്മി ശാന്തേർലതായാ കില കൽപ്പവൃക്ഷ സംസാര സന്താപ വിനാശചന്ദ്ര കൃഷ്ണ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഹി ഓം ഹരിഹി ഓം ഹരിഹി. സമാപന ഓംകാരം എല്ലാവരും ശരിക്കിരുന്നോളൂ. ഓ ഹരിഹി ഓം തത്സത്.